എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഈ സ്പെഷ്യൽ സെഷനിലേക്ക് ജോയിൻ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. എല്ലാവരും മുന്നോട്ട് വന്നല്ലോ, ആരും പുറകോട്ട് പോയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു AI യുഗത്തിലാണല്ലോ. അപ്പം ആർക്കും പുറകോട്ട് പോകാൻ സാധ്യമല്ല. എപ്പോഴും ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്: AI മനുഷ്യരെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ AI പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നെ ഉപയോഗിക്കാത്തിടത്തോളം കാലം അത് അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ AI യൂസ് ചെയ്ത് AIയെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരേണ്ടതാണ്. അത് ഇനിയുള്ള ഫ്യൂച്ചർ നമുക്ക് കാണാം. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ AI യുഗത്തിൽ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം AI മയമായിരിക്കും. ഇപ്പോൾ കാർ വർക്ക്ഷോപ്പൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമുക്കൊരു 10 വർഷം, അത് വളരെ വിദൂരത്തൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റുന്ന റോബോട്ട് വർക്ക്ഷോപ്പുകളും ഡ്രോൺ വർക്ക്ഷോപ്പുകളും കുട്ടികളൊക്കെ ഡ്രോൺ സയൻറ്റിസ്റ്റുകളൊക്കെ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മൾ മലയാളം ടീച്ചേഴ്സ് ഈ ഒരു സെഷൻ നമുക്ക് എടുക്കാം എന്ന് മുന്നോട്ട് ഓടി വന്ന നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ശ്രീ സിനു കൃഷ്ണൻ സാറിന് വളരെയധികം നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ തുടങ്ങാം. 50ഓളം പാർട്ടിസിപ്പൻസ് ഓടി വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ആക്ച്വലി ഞാൻ സുനി സാറിനോട് ചോദിച്ചു നമുക്ക് എന്ന് വെക്കാം, സാറ് റെഡിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അല്പം സമയം കിട്ടി. അപ്പോൾ ഞാൻ ഇന്ന് വെക്കട്ടെ ചോദിച്ചു. മുരളി സാർ പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി. പക്ഷേ മുരളി സാറ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളായിട്ട് കൂടി ഇന്ന് ഈ സെഷൻ വെക്കാമെന്ന് ഏറ്റതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. അതിലുപരി സാറിന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു. നമുക്ക് സിനു സാറിനെയും ഈ സബ്ജക്റ്റിനെയും കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ് സാറിനൊരു പിറന്നാൾ ആശംസിക്കുക എന്നുള്ളത്. കാരണം ഇത്രയും വർഷം 40ഓളം വർഷം അധ്യാപന ജോലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന മുരളി സാർ ഇപ്പോഴും വളരെ സജീവമായി ഫീൽഡിലുള്ള മുരളി സാറിന് വളരെയധികം സന്തോഷത്തോടു കൂടി ഇന്ന് ഒത്തുചേർന്ന എല്ലാ പേരുടെയും പേരിലും എക്സ്ട്രാ മൈലിൻ്റെ പേരിലും ഹൃദ്യമായ പിറന്നാൾ ആശംസ അർപ്പിക്കുന്നു. ഒപ്പം ഇന്നത്തെ സെഷൻ AI കുറിച്ചാണ്. അപ്പം മുരളി സാറിൻ്റെ ഒരു കവിതയുണ്ട്, അത് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കി. മുസ്തഫ പെരുമ്പറത്ത് എന്ന അധ്യാപകൻ ഒന്ന് ശ്രമിച്ചു നോക്കി AIയെ കൊണ്ടൊന്ന് ആലാപനം ചെയ്യിപ്പിക്കാനായിട്ട്. അത് അത്യുഗ്രനായിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അതേസമയം ആ കവിത മുരളി സാറിൻ്റെ ഓൺ സൃഷ്ടിയായിട്ടുള്ള ആ കവിത AI ആലാപിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് കേൾക്കാം. അതോടുകൂടി ഈ കവിത നമുക്ക് മുരളി സാറിനെ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ പിറന്നാളായിട്ട്. താങ്ക് യു സോ മച്ച് സാർ. ഇനിയും കവിതകൾ മുന്നോട്ട് വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു ടു എവരിബഡി. എക്സ്ട്രാ മൈൽസ്. യെസ് സാർ. അപ്പോൾ ഓൾ ദ പാർട്ടിസിപ്പൻസ് എവരിബഡി. ഓക്കെ സാർ, സ്റ്റാർട്ട് സാർ. കവിത ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിനക്കറിയാ എനിക്കറിയാ നമുക്കതു പക്ഷേ നീഞ്ഞയ്ക്കുവാനെന്തേ നിഷ്പ്രയാസമറിയാതെ നിശ്ചലമാകുന്നുൾത്തടം നിനക്കറിയാ എനിക്കറിയാ നമുക്കതു പക്ഷേ
മനസ്സിലാനൻ കവിത നിൻ കൺകളിലുണ്ടതിൻ മഴനനവ് നിൻ ഹൃദയത്തിലെത്തിട്ടതിൻ തിരകൾ നിത്യവിസ്മയ സാഗരമായി പടരുന്നു. നിൻ സിരകളിലതിൻ വിക്ഷുബ്ധതാളം നിർമ്മലാനന്ദ ശാന്തിയായി പ്രസരിക്കുന്നു. നിനക്കറിയാ എനിക്കറിയാ നമുക്കതു പക്ഷേ വിരിയുന്നൊരു തെളിമന്ദഹാസം വിരകൊണ്ടു വിടരുമധരങ്ങളിൽ വിരലുകൾ കാന്തദന്തിയാകുന്നു വിടർന്നേറുന്നു മുടിയിഴകളിൽ വികാരതരളമടരുന്നു സ്വരങ്ങൾ വിളിക്കാത്തു കഴയ്ക്കും കാതിൽ. നിനക്കറിയാ എനിക്കറിയാ നമുക്കതു പക്ഷേ താങ്ക് യു വെരി മച്ച് സാർ. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, അത്രയ്ക്ക് സാർ അതില് എക്സ്ട്രാ മൈൽസ്. കാരണം എന്ന് വെച്ചാൽ സാറിനറിയാം നമ്മൾ അത്രയും വർഷത്തെ ബന്ധം നമ്മൾ തമ്മിലുണ്ട്, ഒപ്പം എക്സ്ട്രാ മൈൽസുമായിട്ടുള്ള ബന്ധം. പ്രത്യേകിച്ച് ഇന്ന് ദിവസം എൻ്റെ ഒരു കവിതയെ ആ രീതിയിൽ സാറ്, കാരണം AI-യുടെ ദിവസമാണെന്ന്, അപ്പൊ ഈ മനുഷ്യ ശബ്ദമല്ലാത്ത ശബ്ദത്തിലൂടെ എങ്ങനെ വികാരങ്ങളെ മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു സൂചന. കാരണം ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ കൂടി എന്ന നിലയ്ക്ക് അത് ചെയ്യാൻ സാധിച്ചത് സിനു സാറിനത് ഒരു എന്താ പറയുക തുടക്കം കൊടുക്കാൻ. കാരണം സാറ് മലയാളത്തിന് അത്രയ്ക്ക് നല്ല രീതിയിലാണ് മലയാളം ടീച്ചേഴ്സിനെ എംപവർ ചെയ്യാൻ പോകുന്നത്. ആ എംപവറിൽ കുറച്ച് വികാരത്തിന്റെ പവർ കൂടി ആയാൽ നല്ലതാവുന്നുള്ള ആഗ്രഹമാണ്. എന്തായാലും വളരെ താങ്ക് യു സാർ. സിനു സാറിന്റെ ക്ലാസ്സും വളരെ നന്നാവട്ടെ സാർ. സലാം സാറിനോട് എൻ്റെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ഇവിടുത്തെ എല്ലാ അംഗങ്ങളോടും മെസ്സേജ് ഇടുന്നുണ്ട്, അവർക്കൊക്കെ. കാരണം ഓരോരുത്തർക്കും ടൈപ്പ് ചെയ്താൽ എനിക്കത് ചിലപ്പോൾ പലപ്പോഴും പറ്റില്ല, അതാണ് ഞാൻ ഇതിലൊക്കെ വളരെ വീക്കാണ്. അപ്പോ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം സാർ. ഇന്നത്തെ ക്ലാസ് തകർക്കട്ടെ, പൊളിക്കട്ടെ, എല്ലാവർക്കും അത് കൂടുതൽ പ്രയോജനം ചെയ്യട്ടെ സാർ. താങ്ക് യു സോ മച്ച്. നമ്മൾ കണ്ടു AI-യുടെ പവർ എന്താണെന്ന് അല്ലേ. വളരെ വളരെ ഹൃദ്യമായിരിക്കുന്നു, വളരെ പവർഫുൾ ആയിരിക്കുന്നു. ഫീലിങ്സ് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. AI ആണെങ്കിൽ പോലും അതിലൊക്കെ ഉപരി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. മുരളി സാറ് തന്നെയാണ് അതിൻ്റെ വരികൾ എഴുതിയത്. നോക്കി AI-ക്ക് ഈണം കൊടുക്കാം, അത് നന്നായിട്ട് പാടുകയും ചെയ്യാം. പക്ഷേ നമ്മൾ AI-യിൽ വീക്കാണ് എന്ന് പറയുന്നത് നമുക്ക് നിർത്തി AI സ്ട്രോങ് ആക്കണം എല്ലാവരും. കാരണം ഇനി അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി കുട്ടികളെല്ലാം AI-യിലാണ് ഇത് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ലെസൺസും AI പോലെ തന്നെ ആകണം. നമുക്ക് സിനു സാറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പോകുന്നതിന് മുമ്പ് മോഹൻദാസ് സാറിൻ്റെ രണ്ട് വരി ആമുഖം ശ്രവിക്കാം. മോഹൻദാസ് സാർ പ്ലീസ്.
വീണ്ടും പോയോ? സാറോടെ പോയോ? ഒരു മിനിറ്റ്. മെയ്ക്ക് കോ ഹോസ്റ്റ്. ഓക്കെ, സാറ് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ സാർ. പറയൂ സാർ. സന്തോഷം. എന്തായാലും നമ്മുടെ മുരളി സാർ കട്ടായി പോകുന്നുണ്ട്. മനോഹരമായി നമ്മൾ ആഘോഷിച്ച് വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ SK സാറ് എയെ കുറിച്ച് മനോഹരമായ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ സലാം സാർ പറഞ്ഞതുപോലെ ഈ AI ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ സമസ്ത മേഖലകളിലുണ്ട്. നമ്മളത് ഇപ്പോൾ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിത് എങ്ങനെ സജീവമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വിദഗ്ധനായ ഒരു അധ്യാപകനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. SK സാറിനെ. താങ്ക് യു മോഹൻദാസ് സാർ. ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി സിനു കൃഷ്ണൻ, മിസ്റ്റർ SK. അതെ, SK പൊറ്റേക്കാട്ടിന്റെ പേരൊക്കെയാണ് സാർ. അതെ. മലയാള സാഹിത്യത്തിന്റെ മറ്റേ യന്ത്രവൽകൃത രൂപത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു മലയാളിയെയാണ് കൊണ്ടുവരുന്നത്. സിനു സാർ, ഓൾ ദ ബെസ്റ്റ്. നമ്മളെല്ലാവരും സഞ്ചാരികളാണല്ലോ സാർ. പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ സഞ്ചാരികളാണല്ലോ. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ സലാലയിൽ PGT മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമാൻ സിനു കൃഷ്ണന് വിദ്യാഭ്യാസ രംഗത്ത് 16 വർഷത്തെ മികച്ച പ്രവൃത്തി പരിചയമുണ്ട്. മാതൃഭാഷയോടും സാഹിത്യത്തോടും കവിതാ ആലാപനത്തോടുമുള്ള തന്റെ അഗാധമായ അഭിനിവേശത്തെ ആധുനിക സാങ്കേതികവിദ്യയുമായി സമന്വയിപ്പിക്കുന്നതിൽ അദ്ദേഹം അതീവ താൽപര്യപ്പെടുന്നു. ബോധനശാസ്ത്രത്തിൽ കൃത്രിമബുദ്ധി അഥവാ AI പ്രയോജനപ്പെടുത്തുന്നതിൽ താൽപര്യമുള്ള അദ്ദേഹം AI അധിഷ്ഠിത സാങ്കേതികവിദ്യകൾ ക്ലാസ് മുറികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആകർഷകവും കാലാനുസൃതവുമായ പഠനാനുഭവം സമ്മാനിക്കുന്നു. സാംസ്കാരിക പൈതൃകത്തെ പുത്തൻ ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളുമായി ബന്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലിക്ക് സാധിക്കുന്നു. ഈ ആദരണീയമായ സദസ്സിലേക്ക് ശ്രീമാൻ സിനു കൃഷ്ണന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സിനു സാർ, സ്വാഗതം. ഇതും AI തന്നെയാണ്. എക്സ്ട്രാ മൈൽ ഈ പരിപാടി തുടങ്ങിയിട്ട് 3 വർഷത്തിൽ കൂടുതലായി. അപ്പോഴേ ഞങ്ങൾ AI യൂസ് ചെയ്യാണ്. അപ്പൊ ഇനിയും ഇമ്പ്രൂവ്മെന്റ് വോയിസ് യൂസ് ചെയ്യണം. അപ്പം ഇനിയും ഇമ്പ്രൂവ്മെന്റ് പല മേഖലയിലും ഉണ്ടാകാനുണ്ട്. ഈ ക്ലാസ് നമുക്ക് അതിലൊരു മുതൽക്കെട്ടായി മാറട്ടെ. ഓവർ ടു സിനു സാർ. സിനു സാർ, ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. യെസ് സാർ, നന്നായിട്ട് കേൾക്കാം. ഇവിടെ ആദ്യം എനിക്ക് ഈ ഒരു അവസരം തന്ന എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്, പ്രത്യേകിച്ച് സലാം സാറിന്, പിന്നെ മോഹൻദാസ് സാറ് വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല, വാട്സപ്പുകളിലൂടെയൊക്കെയുള്ള സംസാരമുണ്ട്, സാറിന്, പിന്നെ മുരളി സാറിന് എൻ്റെ പിറന്നാൾ ആശംസകൾ. ഞാൻ ആദ്യം എല്ലാവരും കേൾക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വോയിസ് ഇതിലായിരിക്കും വരിക. ഞാൻ പ്രസൻറ്റേഷൻ തുടങ്ങുമ്പോൾ മറ്റൊരു സ്ക്രീനായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അതിലായിരിക്കും എൻ്റയർലി എങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാമെന്നുള്ള പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ വരിക. അത് ശ്രദ്ധിക്കുക. 2, പ്രധാനമായും പറയാനുള്ളത്, പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മലയാളം ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളം ടീച്ചേഴ്സ് സാങ്കേതിക വിദ്യയിൽ പിന്നോട്ട് പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇന്ത്യൻ സ്കൂൾ വന്നതിന് ശേഷമാണ് 2012 ലാപ്ടോപ്പ് കാണുന്നത്. പക്ഷേ കൊറോണ സമയത്ത് സ്കൂൾ എന്നെയാണ് CC ഇൻചാർജാക്കി മാറ്റിയത്. ആ സമയത്താണ് ഓൺലൈൻ മേഖലയിൽ ഇവിടെ എങ്ങനെ, അല്ലെങ്കിൽ ഈ ഇത്തരം ഡിജിറ്റൽ കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലവും പിന്നെ എന്നെ അതനുസരിച്ച് പലരും സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചത്. എങ്ങനെ AI എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരക്ക് പിടിച്ച മുന്നോട്ടുള്ള പോക്കിനിടയിൽ എങ്ങനെ നമുക്ക് സാങ്കേതിക വിദ്യ എളുപ്പത്തിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാമെന്നും അത് എങ്ങനെ നമുക്ക് ക്ലാസ് റൂമുകളിലേക്ക് യൂസ് ചെയ്യാമെന്നതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപാട് പേര് AI ഉപയോഗിക്കുന്നവരുണ്ടാവും. എന്നെക്കാളും ടെക്നിക്കലി
വളരെ കാര്യങ്ങൾ അറിയുന്ന ഒരുപാട് പേര് ഈ സദസ്സിലും ഉണ്ടാകും. പക്ഷേ മലയാളത്തിൽ എങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം, വളരെ ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ ലളിതമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമുക്ക് ക്ലാസ്സുകളിലേക്ക് അവതരിപ്പിക്കാനുള്ള, ഒരു വിഷയത്തെ അവതരിപ്പിക്കാനുള്ള, പ്രസൻറ്റ് ചെയ്യാനുള്ള ഇമേജുകൾ, ഒരു കാര്യത്തെ ഇപ്പോൾ കുറച്ച് മുമ്പ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ നമുക്കൊരു കഥയെ അവതരിപ്പിക്കണം, അതിൻ്റെ ഓഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് ചെറിയ ചെറിയ വീഡിയോസുകളിലൂടെ എങ്ങനെ കഥ അവതരിപ്പിക്കാം, എങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാം, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. എയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സ് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, ഇതിനോടുള്ള താല്പര്യം. 2, ഇതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ആദ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളിലേക്ക് കടക്കാൻ ചെയ്യും. ഇത് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് AI ഉപയോഗിക്കുന്ന എനിക്ക് നാളെ ചിലപ്പോൾ എൻ്റെ AI ഞാൻ ഉപയോഗിക്കുന്നൊരു AI ടൂളിൻ്റെ ഇൻ്റർഫേസ് ടോട്ടലി ചേഞ്ച് ആയിരിക്കാം. അതിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ മാറിയിരിക്കാം. PPTയോ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഇന്ന് അതല്ല, ദൈനംദിനമായി ഡേ ടു ഡേ അല്ലെങ്കിൽ അവേഴ്സ് ടു അവേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിന് സെഷനിലേക്ക് കടക്കാം. ശ്രദ്ധിക്കും. പ്രസന്റേഷൻ വന്നു. പ്രസന്റേഷൻ വന്നിട്ടുണ്ട് സാർ, വിസിബിളാണ്. ഓക്കെ, നമ്മുടെ ക്ലാസിന്റെ സെക്ഷൻ ഇതാണ്. AI ടൂൾസ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ്, ഡിസ്കവർ പ്രാക്ടിക്കൽ AI ടൂൾസ് ഇൻ എൻഹാൻസ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായി പോകുന്നത്. ഒന്ന്, ഇമേജ്, എങ്ങനെ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. 2, എങ്ങനെ നമുക്കൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഒരു വീഡിയോ, ചെറിയ ക്യാരക്ടറുകൾ ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കാം. AI ഏത് ടൂൾസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ക്രെഡിറ്റ് ആണ് പ്രധാനം. അവർ നമുക്ക് ക്രെഡിറ്റ് പോയിന്റ്, ആ ക്രെഡിറ്റ് അനുസരിച്ചാണ്, അത് യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ AI ടൂൾസുകൾ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊരു ഡിസ്ക്ലൈമർ ആണ്. AI generated content may be contains errors, inaccuracy or outdated information. Always verify before use. ഇതൊരു മസ്റ്റായിട്ടുള്ള വാർണിംഗ് ആണ്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് എന്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കുന്നത്. AI നമ്മൾ കടക്കുമ്പോൾ AI പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ AI ടൂൾസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ അറിയപ്പെടുന്ന പേരാണ് പ്രോംപ്റ്റിംഗ്. ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ആസ്കിങ് AI, ഒരു കലാത്മകമായ ചോദ്യമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എന്താണോ അതിനെ കൃത്യമായ രൂപത്തിൽ, കൃത്യമായ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ചിത്രം പോലെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചലച്ചിത്രം പോലെ കൃത്യമായി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. പ്രോംപ്റ്റിംഗ് എൻജിനീയറിംഗ് ആണ് AI പ്രധാനപ്പെട്ട ഏരിയ. പ്രോംപ്റ്റിംഗ് എൻജിനീയറിംഗ് അത് ഇപ്പോൾ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തിടുന്ന എല്ലാ വീഡിയോസുകളും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ്. എറേഴ്സൊക്കെ അതിനകത്ത് കാണാം, പക്ഷേ മലയാളത്തിന് അതിൻ്റെതായ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ഈ പറഞ്ഞ സ്ലൈഡ് അടക്കം തന്നെ AI റെഡിയാക്കിയിട്ടുള്ളത്.
ഓക്കെ. ഇനി ഇവിടെ ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, റെക്കോർഡിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. എത്ര അതായത് നമ്മുടെ എത്ര ഇൻപുട്ട് എങ്ങനെ ഔട്ട് കൊടുക്കുന്നോ, പ്രോപ്പറായി കൊടുക്കുന്നുവോ, നന്നായി കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് മാത്രമേ തരൂ. ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഇൻപുട്ട്, നിങ്ങൾ അതിനോട് ചോദിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾ അതിനോട് അപ്രോച്ച് ചെയ്യുന്നത്, അത് മാത്രമേ എവിടെ നിന്ന് കിട്ടൂ, അതിൻ്റെ ഔട്ട്പുട്ടായി നിങ്ങൾക്ക് കിട്ടൂ. ഈ ഒരു കാര്യം വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ പുവർ ക്വാളിറ്റി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബാഡ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുവർ ക്വാളിറ്റി ഇൻപുട്ട് കിട്ടും. ഹൈ ക്വാളിറ്റി പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി പ്രോംപ്റ്റിങ്ങിലേക്ക് കടക്കുന്ന ഞാനും നിങ്ങളോടൊപ്പം അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. ഓക്കെ. നമുക്ക് പലപ്പോഴും അറിയില്ല. നമ്മളിപ്പോൾ വീഡിയോ കാണാറുണ്ട്, ഇപ്പോൾ യൂട്യൂബ് കാണാറുണ്ട്, ഇൻസ്റ്റഗ്രാം കാണാറുണ്ട്, മൊബൈലിൽ കാണാറുണ്ട്. ഇതിൻ്റെ റേഷ്യോ എന്താണെന്ന് ആദ്യം അറിയണം. ഓരോ സ്ക്രീനിനും ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഓക്കെ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട് 16:10 ആണ്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ, ലാപ്ടോപ്പിലാകട്ടോ, മറ്റു കാര്യങ്ങൾ വൈഡ് സ്ക്രീനിന് 16:9 ആണ്. നമ്മുടെ PPT ഉണ്ടാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. ഇനി നമ്മൾ താഴേക്കുന്ന സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ, അത് 1:1 ആണ്. അത് സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ മൊബൈൽ വീഡിയോസ്, ഇൻസ്റ്റഗ്രാം ഷോർട്സ്, റീൽസ്, ടിക്ടോക്ക് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ 9:16 ആണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ വൈഡ് സ്ക്രീനിന്റെ ഉൾട്ടയാണ്. ഇത്തരം കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി വേണം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് നമുക്ക്, ഞാൻ പ്രധാനമായും പറഞ്ഞത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നമുക്ക് 20:9 ആവശ്യമൊന്നുമില്ല. ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. അതിൽ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് PPT ഉണ്ടാക്കാനോ വീഡിയോ ഉണ്ടാക്കാനോ 16:9 ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ചെറിയ ഷോർട്സുകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 9:16 ആയിരിക്കും. ഈ രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷേ സ്കൂൾ നിങ്ങളോട് പറയുകയാണ് ഒരു കേരളപ്പിറവിയോട് അനുബന്ധിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് വേണം. ഇതിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ഇത് അതിനകത്ത് ആ പ്രോംപ്റ്റിനകത്ത് മസ്റ്റായിട്ട് വേണം. ഈ കാര്യം ഇതിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. 3-4 സെക്ഷനിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സെക്ഷനിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഇന്ന് ടുഡേ സെഷൻ നമ്മൾ ക്രിയേറ്റ് ഇമേജ്, വീഡിയോ, ഓഡിയോ ആൻഡ് മ്യൂസിക് വിത്ത് ജെമിനി, ഫ്ലോ ആൻഡ് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, ആ വീഡിയോയ്ക്ക് വേണ്ട ഓഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. പിന്നെ നമ്മൾ നേരത്തെ സാറിൻ്റെ കവിത കേട്ടതുപോലെ എങ്ങനെ നമുക്കൊരു കവിത നമ്മുടെ പഴയ രീതിയിലുള്ള കവിതാ താളത്തിലല്ല എങ്കിൽ കൂടി ഒരു സിനിമാ ഗാനം പോലെയൊക്കെ താളത്തിൽ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. പുതിയ കാലഘട്ടത്തിൽ, കുറച്ചു മുമ്പ് സാറ് പറഞ്ഞതുപോലെ, പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ആകർഷിക്കുന്നതും ഇത്തരം കാര്യങ്ങളാണ്. അവർക്ക് നമ്മുടെ ശബ്ദമൊന്നും വേണ്ട. ഓക്കെ. നമ്മളൊരു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ നമ്മുടെ ശബ്ദത്തെ അവർ വിലക്കുന്ന കാലഘട്ടം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മുടെ സെക്ഷനിലേക്ക് പോകുന്നത് എങ്ങനെ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, എന്നതിനെ കുറിച്ചാണ്. ഇവിടെ നോക്കൂ, ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് വേണ്ട, നിങ്ങൾ നോക്കൂ, ഞാൻ തരാം. അടുത്ത പ്രോംപ്റ്റ് നിങ്ങളുടെ ബോക്സിനകത്തേക്ക് ഞാൻ തരും. വെയിറ്റ് ചെയ്യും. ഒരു പ്രോംപ്റ്റ്: ഫ്ലോട്ടിംഗ് ഐലൻഡ് എബോവ് ദ ക്ലൗഡ് കണക്ഷൻ ബൈ ആൻഷ്യന്റ് ബ്രിഡ്ജ്, വാട്ടർഫോൾസ് ഫാളിംഗ് ഇൻ ടു എൻലെസ് സ്കൈ, ഗെയിൻ കാച്ചിൽ ഓൺ ടോപ്പ്,
ബേർഡ് ഫ്ലൈയിങ്, ഗോൾഡൻ സൺറൈസ്, ലൈറ്റിംഗ്, വൈഡ് ഏരിയൽ സിനിമാറ്റിക് ഷോട്ട്, ഫാന്റസി റിയലിസം 16:9. ഇവിടെ നിങ്ങൾ പ്രധാനമായും ആദ്യത്തെ നമ്മുടെ രണ്ട് ലൈൻ, അതായത് ഫ്ലോട്ടിംഗ് ഓൺ ദ കാസ്റ്റഡ്, ബേർഡ് ഫ്ലൈയിങ്, ഫ്ലൈയിങ്, അവിടെ വരെയുള്ളത് നമ്മുടെ ഒബ്ജക്റ്റുകളാണ്. അവിടെ വരെ നമ്മുടെ ഒബ്ജക്റ്റുകളാണ്. അതായത് നിങ്ങൾക്ക് കാണാം ഈ ബേർഡ് ഫ്ലൈയിങ് വരെയുള്ളത് നിങ്ങളുടെ ഒബ്ജക്റ്റുകളാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, കോമയ്ക്ക് ശേഷം വരുന്നത് ഗോൾഡൻ സൺറൈസ്. എന്താണോ നമ്മുടെ അറ്റ്മോസ്ഫിയർ, ലൈറ്റനിങ്, ഗോൾഡൻ സൺറൈസ്, ലൈറ്റനിങ്, വൈഡ് ഏരിയൽ സിനിമാറ്റിക് ഷോട്ട്. ഈ ഷോട്ടുകളെ കുറിച്ച് നമുക്ക് ഒരുപാട് ഷോട്ടുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. നമ്മുടെ സിനിമയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മീഡിയം ക്ലോസ്, ഇപ്പോൾ ട്രാക്ക് ഷോട്ട്, അല്ലെങ്കിൽ മീഡിയം വൈഡ് ഷോട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഷോട്ടുകളെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അത്തരം ആണ് നമ്മളവിടെ ഉപയോഗിച്ചത്, സിനിമാറ്റിക് ഷോട്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് റിയാലിറ്റി അല്ല, ഫാന്റസി റിയലിസം ആണ്. ആ തീം നമ്മളവിടെ കൊടുക്കുന്നു, ഫാന്റസി റിയലിസം ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 16:9 ആണ്. ഓക്കെ, നമ്മൾ അങ്ങനെ കൊടുത്ത ഈ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ വന്നൊരു വീഡിയോ, ഇത് നോക്കൂ. ഇതാണ് ആ ഇമേജ്. ഓക്കെ, ഇമേജ്, ഇങ്ങനൊരു ഇമേജ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് കമ്പ്യൂട്ടറിലും മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമുക്ക് ഈ പ്രോംപ്റ്റ് എന്തൊക്കെ രീതിയിലാണ്, നമുക്ക് ഏത് രീതിയിലാണ് നമുക്കതിനെ റെഡിയാക്കുക. അപ്പോൾ ആ പ്രോംപ്റ്റിംഗ് ആണ് അതിൻ്റെ ബലം. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ പ്രോംപ്റ്റിന്റെ ടെക്നിക്കാലിറ്റി, അതിൻ്റെ ലൈറ്റിംഗ് എന്താണ്, അതിൻ്റെ ആംഗിൾ എന്താണ്, ക്യാമറ ആംഗിൾ എന്താണ്, അതിൻ്റെ ഏത് സ്വഭാവത്തിലുള്ള ഇമേജ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് എന്നാൽ മാത്രമേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പ്രോംപ്റ്റ് ഉണ്ടാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാം? കുഴപ്പമില്ല സാർ, ചോദ്യങ്ങളെ അത് അവര് ടൈപ്പ് ചെയ്തിടാ നല്ലത് സാർ. എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ സാറിന്റെ കണ്ടിന്യൂറ്റി പോകും. അവർ ചോദിക്കട്ടെ കഴിയുമ്പോഴേ. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രോംപ്റ്റിംഗ്, എല്ലാവർക്കും മനസ്സിലാവും. പ്രോംപ്റ്റിംഗിന്റെ ബലം ആണിത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതൊരു റിലേഷത്തിലേക്കാണ്, നമ്മൾ ഫാന്റസിയിലേക്കാണ് പോയത്. നമ്മൾ അടുത്തൊരു പ്രോംപ്റ്റിലേക്ക് പോകുന്നു. നമ്മൾ മലയാളത്തിലാണ്. സോ നോക്കൂ, എഴുത്തച്ഛൻ രാമായണം എഴുതുന്നു, അടുത്ത് പഞ്ചവർണ്ണ തത്ത ഇരിക്കുന്നു, കേരളത്തിന്റെ ഒരു പ്രകൃതി ഭംഗി. ഇത്രേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ എന്താണെന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് ഇന്ന രൂപമൊന്നും അറിയത്തില്ല. രണ്ട്, ഇന്ത്യൻ AI ഉപയോഗിക്കുമ്പോൾ, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം ഇന്ത്യൻ മെയ്ഡ് AIകളാണ്, അല്ലെങ്കിൽ അത് ചൈനീസ് കാര്യങ്ങളല്ല. ഇന്ത്യൻ മെയ്ഡ് AIകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ ഒരു ചിത്രം വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പോളിസി പ്രകാരം അതെന്ത് ചെയ്യും, നമ്മളെ തടയും. നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപമുള്ളത് മാത്രമേ നമുക്ക് തരുള്ളൂ. നമ്മളെ പ്രോംപ്റ്റ് എന്ത് ചെയ്യും, അത് റിജക്ട് ചെയ്യും. എത്ര നല്ല പ്രോംപ്റ്റ് കൊടുത്താൽ റിജക്ട് ചെയ്യും. പക്ഷെ നേരെ മറിച്ച് ചൈനീസ് AI-യിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ രൂപമൊക്കെ ക്വാളിറ്റി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടും. പക്ഷെ ഞാൻ ഇന്ത്യൻ AI ഉപയോഗിക്കുന്ന ലൈസൻസ് ഉള്ള AI-യിൽ മാത്രമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ പ്രോംപ്റ്റ് വെക്കും. നേരത്തെ പറഞ്ഞാൽ ഒന്നും തന്നെയില്ല. എഴുത്തച്ഛൻ രാമായണം എഴുതുന്നു, അടുത്ത് പഞ്ചവർണ്ണ തത്ത ഇരിക്കുന്നു, കേരളത്തിന്റെ പ്രകൃതി. അതിന്റെ ഇമേജ് നോക്കൂ, ഇമേജ് വന്നിട്ടുണ്ട്. ആ ഇമേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പ്രോംപ്റ്റ്, നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റിനെ കുറച്ചും കൂടെ നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ്. നോക്കൂ, പ്രോംപ്റ്റ് കുറച്ച് വൈഡായിട്ടുള്ളതാണ്. മജസ്റ്റിക് സിനിമാറ്റിക് പ്രോപ്പർട്ടി തുഞ്ചത്ത് എഴുത്തച്ഛൻ സിറ്റഡ് ഓൺ വുഡൻ വരാന്ത ഓഫ് ട്രഡീഷണൽ കേരള നാലുകെട്ട്. കുറച്ചുകൂടി നമ്മൾ റൈറ്റിംഗ് ദ അധ്യാത്മ രാമായണ ഓൺ റാം ലീവ്സ് വിത്ത് എ സ്റ്റൈൽ, എ വൈബ്രന്റ് 5 colored parrot പഞ്ചവർണ്ണ തത്ത സിറ്റ് ബിസൈഡ് ഹിം സറൗണ്ട് ബൈ കേരള സീനറി. ഇങ്ങനെ നമ്മൾ പറയുന്നത് അവിടെ അതെല്ലാം നമ്മൾ ആവശ്യമുള്ള ഇതെല്ലാം പറഞ്ഞതിന് ശേഷം
ട്രഡീഷണൽ ഓയിൽ ലാമ്പ് ആൻഡ് പാം ലീഫ് മാൻസ്ക്രിപ്റ്റ് ക്രിയേറ്റഡ് സീൻ. ഓക്കെ, ഇനി അടുത്ത സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, അൾട്രാ റിയലിസ്റ്റിക്, ഒതന്റിക് കേരള ഹെറിറ്റേജ്, സിനിമാറ്റിക് ലൈറ്റ്നിങ്, വൈബ്രന്റ് കളർ, മാസ്റ്റർ പീസ്, 8K ഫോട്ടോ റിയലിസ്റ്റിക്. ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റിങ്ങിന്റെ പ്രധാന വസ്തുത കിടക്കുന്നത്. ഇതാണ് നമ്മുടെ നമുക്ക് കൊടുക്കുന്ന നമുക്ക് കിട്ടുന്ന ഇമേജ്. എന്ത് ഇതാണ് പ്രോംപ്റ്റിങ്. പ്രോംപ്റ്റിങ്ങിന്റെ കൃത്യമായിട്ടുള്ളത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ എന്താണ് കൃത്യമായി റിസൾട്ട് കിട്ടാൻ കാരണമാകുന്ന ഏരിയ. ഓക്കെ, നോക്കൂ. ആദ്യത്തെ പിക്ചറിൽ നിന്നും കുറെ കൂടെ ക്ലാരിറ്റി ഉള്ള കുറച്ചും കൂടെ നല്ല ഇമേജ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ 2 നിലവിളക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൽ പോയിട്ടില്ല. ഞാൻ ഇപ്പം ജസ്റ്റ് തുടങ്ങുന്ന മുമ്പ് റെഡിയാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്താണോ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ജെമിനിയിലെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറ്റത്തില്ല. ഇംഗ്ലീഷിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ഏത് ഇമേജിനെയും ക്യാൻവയിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും വളരെ മനോഹരമായി. മലയാളത്തിലേക്ക് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വേറെ ഏതൊക്കെ ലാംഗ്വേജിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ യൂഷ്വലി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോംപ്റ്റിംഗ് ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ഒരു മിനിറ്റ്. ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിനകത്തേക്ക് ഒരു പ്രോംപ്റ്റ് ഇടാം. ലാപ്ടോപ്പ് ഉള്ളവർ എന്ത് ചെയ്യുക, ഇമേജിൻ്റെ പ്രോംപ്റ്റ് ഇടാം. ഒന്ന് ചെയ്ത് നോക്കൂ. ഞാൻ ചാറ്റ് ബോക്സിനകത്തേക്ക് ഒരു ഇതിട്ടിട്ടുണ്ട്. കിട്ടിയോന്ന് വിചാരിക്കുന്നു. വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിലുണ്ട് സാർ. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അത് നമ്മൾ എവിടെയാണ് ചെയ്യാൻ പോകുന്നതാണ് കാണുന്നത്. എൻ്റെ സ്ക്രീനിലേക്ക് കണ്ട് നിങ്ങൾക്കറിയാം ജെമിനിയുടെ ഇൻ്റർഫേസ്. ഇതാണ് ജെമിനിയുടെ ഇൻ്റർഫേസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആസ് ജെമിനി ലെറ്റ് ജംപ് ഇൻ SK കണ്ടല്ലോ. ഞാൻ ഉപയോഗിക്കുന്നത് പെയ്ഡ് വെർഷനാണ്. അപ്പോൾ പെയ്ഡ് വെർഷനൊക്കെ എത്ര പൈസയാവും എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിനകത്ത് നമുക്കറിയാം, ഇതിനകത്ത് ന്യൂ ചാറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. സെർച്ച് നമ്മളിതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത ഏതൊക്കെ ഇമേജ് ഉണ്ട്, പിന്നെ എന്താണ് വീഡിയോസ്, പിന്നെ എന്താണ് ലൈബ്രറി. ഇതാണ് ഇതിൻ്റെ ഒരു ചാറ്റ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് ഇത് നിങ്ങൾ ചിലരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സാധാരണയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഫയൽസ്. നമുക്ക് ഫയൽസുകൾ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഫയൽസുകൾ അപ്ലോഡ് ചെയ്തിട്ട് മലയാളം, അതായത് നമുക്കിപ്പോൾ ഒരു PDF എന്താണ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിനകത്ത് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇതിനകത്ത് എന്താണ് ഫോട്ടോസ്, അവതാർസ്, നോട്ട് ബുക്സ് ഒക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മുടെ ക്രിയേറ്റ് ഇമേജ്, ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിഷ്വലൈസ്, ഇവിടെ ഇമേജിലേക്ക് പോകുന്നു. ഇമേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കൂ, അവർ തന്നെ നമുക്ക് ഇമേജിൻ്റെ പല പാറ്റേൺസുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരുപാട് പാറ്റേൺസുകളുണ്ട്. അതായത് കളർ ബോക്സ്, എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതാണോ, ഇപ്പോൾ കാർട്ടൂൺ ടൈപ്പ് വേണോ, എന്താണ്, എനാമൽ പിന്ന് വേണോ, ലൈറ്റ് ബീംസ് വേണോ, അങ്ങനെ ഒരുപാട് അത് ഇത് ഇമേജിലേക്ക് പോകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കോപ്പി ചെയ്ത ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ, സൈബർ കഥകളി ഫേസ്. അതന്നെ എന്താണ്, സൈബർ പങ്ക് എക്സ്ട്രീം ക്ലോസ് പോർട്രേറ്റ് ആണ്. അത് 1:1 ആസ്പെക്ട് നമ്മളിത് എടുക്കുന്നത്. നമുക്കിവിടെ കൊടുത്തു നോക്കാം. പക്ഷെ ഞാനിവിടെ എന്താണ് കൊടുക്കുന്നു, ചിത്രം വന്നു കഴിഞ്ഞു. നമ്മളുടെ എന്താണ്, ചുട്ടിക്ക് പകരം സൈബർ ഇതാണ് കണ്ടോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ മനയോലെ തെച്ചു മുഖം മിനുക്കി ചുട്ടി കുത്തുന്ന ആ ചുട്ടി ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രോംപ്റ്റിംഗ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്കിയെന്ന് എനിക്കറിയാം. സോറി സാർ, ഒരു ടീച്ചർക്ക് ചിത്രം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഷാഹിദ എന്ന് പറഞ്ഞൊരു ടീച്ചറെ. അവരിങ്ങനെ ജസ്റ്റ് അവരിങ്ങനെ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് അതാണ് മെസ്സേജ് സലാം സാർ ഇട്ടത്. ലാപ്ടോപ്പ് ഉള്ളവര്, ഡെസ്ക്ടോപ്പ് ഉള്ളവർ എടുക്കണം എന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത് വാക്കുകൾ പഠിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളിങ്ങനെ ഞാനത് മെൻഷൻ ചെയ്തെന്നുള്ളൂ. നോ പ്രോബ്ലം സാർ, സാർ കണ്ടിന്യൂ. ഞാനത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ സാർ. ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1:1 ഈ സാധനം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണം എങ്കിൽ നമുക്ക് ഈ ഇവിടെ കണ്ടല്ലോ, ഇത് ഷെയർ ഇമേജ് ചെയ്യണം. ഇത് ഷെയർ ഇമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് വരുന്നതെന്ന് പറയുന്നത് ലിങ്ക് ആയിട്ടാണ് വരിക. ഇത് നമുക്ക് കോപ്പി ചെയ്യണം. ഈ ഇമേജ് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. അത് നമ്മുടെ ഡൗൺലോഡ്സിലുണ്ടാവും. ഇതാണ് ഇമേജിൻ്റെ ഇതിന് പ്രധാനമായും ഞാൻ നിങ്ങളോട് പറയുന്നതും കാര്യങ്ങൾ പ്രോംപ്റ്റിംഗ് കൃത്യമായി അറിയണം. അപ്പോൾ ഫൈനലി നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്നത് എങ്ങനെ പ്രോംപ്റ്റിംഗ് പഠിക്കാം, ഞാൻ ഫൈനലി പറഞ്ഞുതരും. ഞാൻ ചെയ്യുന്ന വിദ്യകൾ എന്താണെന്ന് പറഞ്ഞുതരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അടുത്തൊരു ഇമേജിലേക്ക് ഞാനൊരു ഇമേജ് നിങ്ങളുടെ പ്രോംപ്റ്റിംഗ് തരാം. നോക്കൂ, കുറേയധികം പേരൊക്കെ ബോക്സിൽ എന്താണ് ഇത് ചെയ്യുന്നുണ്ട്. സന്തോഷം. ഓക്കെ, നിങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി ഇത് ചെയ്യുന്നതിൽ സന്തോഷം. ഇതാണ് പ്രോംപ്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇന്റർഫേസിലേക്ക് വന്നിട്ട് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പുതിയൊരു ന്യൂ ചാറ്റിലേക്ക് പോകുന്നു. ക്രിയേറ്റ് ഇമേജിലേക്ക് വരുന്നു. ഞാൻ ഇതിനകത്ത് ഓയിൽ പെയിൻറ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ പ്രോംപ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. നോക്കൂ, നമ്മളെന്താണ്
സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള എന്താ വള്ളംകളി എന്താണ് വളരെ കൃത്യമായ രീതിയിൽ അതൊരു എന്താണ് ടെലിക്യാം ഷോട്ട് പോലെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ടെംപ്ലേറ്റിൽ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കി അറിയാം. ടെക്സ്റ്റ് ഹൈ ആംഗിൾ വ്യൂ ലുക്കിംഗ് ഡൗൺ ക്രൗഡ് ലൈനിങ് ദ ഗ്രീൻ ബാങ്ക് സണ്ണി ഡേ ലൈറ്റ് ബ്ലൈഡ് ടോപ്പ് ആൻഡ് ബോട്ടം എഡ്ജ് 16:9 ആസ്പെക്ട് റേഷ്യോ. ആ ലോജിക് ലോങ് സ്നേക്ക് ബോട്ട് റൈസ് റിവർ ക്രൗഡ്സ് ലൈനിങ് ദ ബാങ്ക്. ഓക്കെ, നമുക്ക് എന്താണ് ഒരു ഏരിയൽ ഷോട്ടാണ്, എന്താണ് ടിൽറ്റ് ഫിറ്റ് ഏരിയൽ ഷോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം ടെക്നിക്കാലിറ്റിയാണ്, ഇത്തരം ടെക്നിക്കുകളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുറച്ച് നന്നായിട്ട് പ്രോംപ്റ്റിങ്ങിലൂടെ എന്ത് മനസ്സിലാക്കാൻ കഴിയുക, നമുക്ക് ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, എന്താണ് പലർക്കും ഇതെന്താണ് ചെയ്ത് കാണും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചിലതെല്ലാം. ഓക്കെ, ഇതാണ് ഇമേജിൻ്റെ സെക്ഷൻ. ഞാൻ എന്താണ് നിങ്ങൾക്ക് 1-2 പ്രോംപ്റ്റും കൂടെ എന്താണ് ഇതിനകത്ത് തരാം, നിങ്ങൾ ചെയ്ത് നോക്കൂ. അതെ, ഇത് എന്താണ് ചിലർക്ക് എന്താണ് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടായിരിക്കും കിട്ടുക. അതൊക്കെ എന്താണ് യൂസ് ചെയ്യുന്ന എന്താണ് ഇൻ്റർനെറ്റിൻ്റെ ക്വാളിറ്റി, അങ്ങനെ പല രീതിയിൽ ഇത് വരും, ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള ഷോട്ടുകൾ ഇത് കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ആ ഡീറ്റെയിലിങ്ങിലാണ് നമുക്കൊരു കാര്യം. നമുക്കൊരു എന്താണ് 3D സാധനം ചെയ്തു നോക്കാം. ഒരു 3D സാധനം ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രധാനമായും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സർ ഇതെല്ലാം ഇംഗ്ലീഷ് അല്ലേ, മലയാളത്തിൽ ചെയ്തുകൂടെ എന്ന്. ഇതേ സാധനം നിങ്ങൾക്ക് മലയാളത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്താൽ മാത്രം മതി. നമ്മളൊരു കാര്യത്തെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പ്രോംപ്റ്റുകൾ നിങ്ങൾ സൂക്ഷിക്കുക, കോപ്പി ചെയ്തിട്ട് സൂക്ഷിക്കുക. സൂക്ഷിച്ചിട്ട് ആ കോപ്പി ചെയ്യുന്ന കാര്യത്തെ കൃത്യമായി നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ഉണ്ടാക്കാം. ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒടുവിൽ. ഓക്കെ, നിങ്ങളുടെ എന്താണ് മനസ്സിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു ഇതും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് നമ്മളൊരു 3D ആംഗിളിൻ്റെ ഒരു ഈ എലഫൻറ്റ് എന്താണ് ട്രയാങ്കിൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ ഒരു സാധനമാണിത്. നോക്കൂ, ഒരു 3D ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ 3D ചിത്രം. ഈ ഒരു ഇതിനകത്ത് എല്ലാം നമുക്കറിയാം, ഒന്നാണ് മാത്തമാറ്റിക്കൽ ഇതുകൊണ്ടുള്ളൊരു ഇതാണ്. അപ്പോൾ 3D ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് ഇത്തരം പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ഇമേജുകൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതേ എന്താണ് ഷാഹിദ ഷാഹുൽ അയച്ചിട്ടുണ്ട്. എന്താണ് ഓക്കെ, ഗുഡ്. പലരും എന്താണ് അയക്കുന്നുണ്ട്. പല വെറൈറ്റി ഓഫ് ചാറ്റ് ബോക്സിനകത്ത് വരുന്നുണ്ട്. പല വെറൈറ്റി ഓഫ് ആനാസ്, എലഫൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇമേജിൻ്റെ വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കണം, അതിനകത്ത് ഇംഗ്ലീഷ് മാത്രമേ പറ്റുള്ളൂ.
നമുക്ക് ഇപ്പം ജിമനിയിൽ മലയാളം അടിച്ചു കൊടുത്താൽ വരും. നേരത്തെ നമ്മൾ എഴുത്തച്ഛൻ അടിച്ചു കൊടുത്തു വരും. നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ എന്താണ് പറ്റുള്ളൂ. അതും ജെമിനിയുടെ ഒരു പ്രോഡക്റ്റ് പോലത്തെ ഒരു സാധനമാണ്. അതിനകത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. ഇത് തന്നെ എന്താണ് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ജെമിനിയുടെ ഭാഗമായിട്ടുള്ള ഗൂഗിൾ ഫ്ലോ ആണ്. ഇത് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ചെയ്ത വർക്കുകളാണ്, അതുകൊണ്ട് അത് നോക്കണ്ട. ഒരു മിനിറ്റ്. ഞാനൊരു ഈ വീഡിയോ ഒന്ന് നോക്കൂ. വെരി ഗുഡ് സാർ. കലാച്ചി വരെ എത്തിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. അതെ, ഇത് നമ്മളെന്താണ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ചെയ്ത ഒരിതാണ്. ഇവയെല്ലാം ചേർന്ന് നൈൽ തീരത്തെ ഒരു വലിയ നാടകശാലയ്ക്ക് തുല്യമാക്കുന്നു. ഇത് നമ്മൾ അതിലൂടെ ചെയ്തൊരു കാരണം അതിനകത്ത് തന്നെ ഒരുപാട് ഇതുണ്ട്. ഇതാണ് ഫ്ലോ. എന്താ വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് പറയാം എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഒത്തിരി സമയം നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചിലവഴിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായ റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. ആദ്യത്തെ കുറേ നാളുകൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. ഇത് എൻ്റെ ഒരു പുസ്തകം ലൈബ്രറി ഉണ്ട്, ഇന്ന് തുറക്കണം. ആ ലൈബ്രറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു അവതാരമാണ്. നോക്കൂ. സർഗവേദി പുസ്തകപ്പുര എല്ലാ ഞായറും ബുധനും രാത്രി 7:30 മുതൽ 8:30 വരെ. വായന ഒരു ശീലമാക്കൂ. നമ്മൾ കൊടുത്തൊരു അവതാരമാണ് അത്. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ റെഡിയാക്കാൻ കഴിയുന്ന, നമുക്ക് ഈ വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഫ്ലയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന. ഇംഗ്ലീഷാണ്. മലയാളത്തിൽ ഫ്ലയറുകൾ ഇതിനകത്ത് എന്താണ് ശ്രമിച്ചു നോക്കുക, കിട്ടും. കാരണം ഇത് നമുക്ക് കുറേ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ നിങ്ങളിൽ അവതരിപ്പിച്ചത്. ഫ്ലോ ഇത് ഫ്രീ ആണ് കൂടുതലും. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായ എന്താണ് ഫ്ലയറുകളൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് വരും. അതിനകത്ത് എന്താണ് ഒരു കാരണവശാലും അത് ഗൂഗിളിലാണ് ചെയ്തതെന്ന് ഉള്ള സിമ്പലൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഗൂഗിൾ ഫ്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ എന്താണ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. ഈ ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത് ഗൂഗിൾ ഫ്ലോ എന്ന് നിങ്ങൾ അടിച്ചു എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫ്ലോ വരും. ആ ഗൂഗിൾ ഫ്ലോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്താണ് ന്യൂ പ്രോജക്റ്റ്. നിങ്ങൾ താല്പര്യമുള്ള അടിച്ചു നോക്കുക ഗൂഗിൾ ഫ്ലോ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫ്ലോ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് സ്കൂളിൻ്റെതായ G-Suite ID ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ ഫ്ലോ വർക്ക് ചെയ്യില്ല. ഓക്കെ, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ എന്താണ് സ്വന്തം ഇമെയിലുകൾ ആണ് ഗൂഗിൾ ഫ്ലോ എന്താണ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്വന്തം അതിനെന്താ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. അതിനകത്ത് ഏറ്റവും താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ അതിനകത്ത് ഫ്രീ വെർഷൻ ഉണ്ട്. ആ ഫ്രീ വെർഷനിലാണ് നമ്മളിത് ഇൻ്റർഫേസിൽ കയറേണ്ടത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ വേറൊരു ഇമെയിൽ ID എടുക്കട്ടെ. എൻ്റെ എല്ലാ ഇമെയിൽ ID-യും ഞാൻ നോക്കാം. ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഓക്കെ,
ഇങ്ങനെ ആയിരിക്കും വരിക. താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോൾ അതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഇമേജ് എക്സ്പ്ലോർ ഇങ്ങനെ കുറേ അവരുടെ കാര്യങ്ങളുണ്ട്. ഏറ്റവും താഴെയായിട്ട് പ്രൈസിങ് കണ്ടോ, പ്രൈസിങ് എന്നൊരു ടാഗ് കാണാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ഫ്രീ ഓഫ് ചാർജ്. ഫ്രീ ഓഫ് ചാർജ് കണ്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് താല്പര്യമുള്ളവർ കൃത്യമായി നോക്കി വെച്ചുകൊള്ളുക. ഈ ഫ്രീ ഓഫ് ചാർജിനകത്ത് താഴെ നോക്കി ഇൻക്ലൂഡ് ഫീച്ചേഴ്സ് ഡെയിലി 50 ക്രെഡിറ്റ്. നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് വെച്ച് ഡെയിലി കിട്ടും. രണ്ടാമത്തെ കാര്യം, നാനോ ബനാനയിൽ നിങ്ങൾക്ക് ഇമേജ് ഉണ്ടാക്കാൻ അൺലിമിറ്റഡ് ആണ്. 50 ക്രെഡിറ്റ്. ഓക്കെ, അൺലിമിറ്റഡ് ആണ്. 50 ക്രെഡിറ്റ് എന്താണ് ഇതിനകത്ത് നമുക്ക് കിട്ടും. അതായത് ഡേ ടു ഡേ 24 hours. ഇപ്പോൾ 50 ക്രെഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 24 hours കഴിഞ്ഞാൽ വീണ്ടും അത് ഓൺ ആവും, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് ഫ്ലോ, ഗൂഗിൾ ഫ്ലോ. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ എന്താണ് സ്കൂളിൻ്റെ ഒരു ഐഡി വെച്ചിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല. ഇതാണ് ഞാനൊന്ന് കാണിച്ചത്. ഞാൻ അടുത്ത ഇത് വർക്കാവില്ല. ഇത് എന്താണ് ജി സൂട്ടിനകത്ത് ഇത് വർക്കാവില്ല. ഫ്ലോയിലേക്ക് പോയി. ഫ്ലോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം അങ്ങനെ ആകുമ്പോൾ ന്യൂ പ്രോഡക്റ്റ് എന്താണ് പ്രോജക്റ്റിലേക്ക് പോകും. ഈ ഇന്റർഫേസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണം. കണ്ടോ, ഇങ്ങനെ ഇന്റർഫേസ് നിങ്ങൾ കണ്ടു കാണും. ഇതിനകത്ത് നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്നത് ഇവിടെ കണ്ടോ, ഈ ഒരു ചാറ്റ് എന്നാണ് ബോക്സ് ഉണ്ട്. ആ ബോക്സ് നാനോ ബനാന 2 എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു സ്ക്വയർ ഇത് വന്നു. അവിടെ നോക്കൂ, വീഡിയോ ഉണ്ട്, ഇമേജും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇമേജ് നമ്മൾ വയ്ക്കുകയാണ്. അത് എന്താണ് 16:9 ആണ് നമ്മൾ വയ്ക്കുന്നത്. അല്ല, ഇവിടെ റേഷ്യോസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റേഷ്യോസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നോക്കൂ, 1, 2, 3, 4. നമുക്ക് ഒരേ പ്രോംപ്റ്റിൽ 4 ഇമേജ് നമുക്ക് ഉണ്ടാക്കാം. ഒരേ പ്രോംപ്റ്റിൽ 4 ഇമേജ് നമുക്ക് ഉണ്ടാക്കാം. ഞാനൊരു പ്രോംപ്റ്റ് എന്താണ് കൊണ്ടുവരികയാണ്. ഒരു പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. 4 വന്നിട്ടുണ്ട്. നമ്മൾ റേഷ്യോ എന്താണ് അത് തന്നെ കൊടുത്തത്. എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. 4 ഇമേജസ് ആണ് വരിക. അതിനകത്ത് നമ്മൾ എന്താണ് 4 ആംഗിൾസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് എന്താണ് വരും. നമ്മളൊരു ഇത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മലയാളം നമ്മൾ ഇടുമ്പോൾ എന്താണ് അത്ര കൃത്യമായിട്ട് വരില്ല. കണ്ടോ, പക്ഷേ നമ്മൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് വരും. ഇതിനകത്ത് നമ്മൾ റൈറ്റിംഗ് എന്ന് വേണ്ടത് നമ്മൾ ചാറ്റ് ജിപിടി കണ്ടോ, പൊറോട്ട അടിക്കുന്നതാണ് നമ്മൾ കൊടുത്തത്. നോക്കൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും മികച്ചത് നമുക്ക് വേണ്ടത് ഇതിനകത്ത് എടുക്കാം. ഇത് ഫുള്ള് ഫ്രീ ആണ് എന്നാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ മലയാളം നിങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ വിഷ്വൽസ് ആയിട്ട് മാത്രം കൊടുക്കുക. മലയാളം ഒഴിവാക്കിയിട്ട് നമുക്ക് വിഷ്വൽസ് ആയിട്ട് മാത്രം കൊടുക്കുക. നമുക്ക് എന്താണ് ആ വിഷ്വലൈസേഷനിലൂടെ നമുക്ക് ക്ലാസ്സുകളിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. മലയാളം എന്താണ് ചിലപ്പോൾ വരും കേട്ടോ, കുറച്ചൊക്കെ വരും, 1-2 വാക്കൊക്കെ ആണെങ്കിൽ വരും. ഇതാ ഇവിടെ ഉണ്ട് A1 തട്ടുകട, എന്താണ് കട, പിന്നെ എന്താണ് പൊറോട്ട എന്നൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മലയാളം അത്ര എന്താണ് ക്ലിയർ അല്ല. പക്ഷേ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ മേക്കിംഗ് കൂടെയാണ്. പക്ഷേ ഇതിനകത്ത് ഇമേജ് നമുക്ക് അൺലിമിറ്റഡ് ഇമേജുകൾ നമുക്ക് എന്താണ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തായാലും പൊറോട്ട ഇല്ലാണ്ട് എന്ത് മലയാളി സാർ അല്ലേ? അതെ, എന്താണ് ബീഫും കൂടെ വേണമായിരുന്നു സാർ, പക്ഷെ അത് കാളയായി പോയി ബീഫ്. അതെ 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 അതെ. എന്തായാലും വെരി ഗുഡ് സാർ, വെരി ഗുഡ്. ഇത് നോക്കൂ, ഇത് നമ്മളൊരു സ്കൂളിൻ്റെ ഈ 3 പിക്ചറുകൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു ഫ്ലയറാണ്. ഒരു ഫ്ലയറാണ്. നോക്കൂ,
ഇത് നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റാം. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയറിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് പ്രൊഫഷണൽ ഫ്ലെയർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈസി ആയിട്ട് വളരെ നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ വേണ്ടത് അതിവിടെ ആഡ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇമേജ് നേരത്തെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഏജൻറ്റ് എന്ന് പറയുന്ന തരത്തിൽ തൽക്കാലം അറിയാത്തവർ ചെയ്യരുത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടേതായ രീതിയിൽ എന്ത് ചെയ്യും, നമ്മളെന്താണ് പ്രോംപ്റ്റ് ചെയ്യും. തൽക്കാലം പഠിച്ചതിന് ശേഷം മാത്രമേ ഏജൻറ്റ് ഉപയോഗിക്കാവൂ. ഓക്കെ, അവരവരെ നമ്മൾ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും. നമ്മുടെ ഇഷ്ടത്തനുസരിച്ച് കുറച്ച് പഠിച്ചതിന് ശേഷമാണെങ്കിൽ ഏജൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അവരതനുസരിച്ച് നമ്മളെ ഗൈഡ് ചെയ്ത് പോകുന്നൊരു ഇതാണ് ഏജൻറ്റ്. ഈ പ്ലസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അപ്ലോഡ് ചെയ്യാം. ഏതൊക്കെ വേണം, എങ്ങനെ എന്താണ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. അപ്ലോഡ് ചെയ്തതിന് ശേഷം അങ്ങനെ എത്ര എണ്ണം വേണമെന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ലോഗോ, നിങ്ങളുടെ സ്കൂളിൻ്റെ സ്കൂളിൽ നടന്നൊരു കുട്ടിക്ക് സമ്മാനം കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇവയെല്ലാം ഇതിനകത്ത് നിന്നാണ് 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങളുടെ മാറ്റർ ടൈപ്പ് ചെയ്യുക. മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഇന്ത്യൻ സ്കൂൾ സലാല അത് നമ്മൾ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ മൈൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡബിൾ ഇൻവെർട്ടർ കോമയിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ മെയിൻ ഹെഡിങ്, തൊട്ടടുത്ത് നമുക്ക് വരി വേണ്ട എന്താണോ അത് സബ് ഹെഡിങ്. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഫസ്റ്റ് ലോഗോ ടോപ്പ് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ സെൻറ്റർ. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് ഇമേജ് ആസ് എ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെ നമ്മൾ കൃത്യമായി കൊടുത്ത് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇതാണ് നാനോ വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇത്. ഇതിനകത്ത് നേരത്തെ നമ്മൾ ഗൂഗിളിൽ ചെയ്യുമ്പോൾ ഒരെണ്ണം മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഗൂഗിളിൽ ചെയ്ത പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നമ്മൾ നേരത്തെ ഗൂഗിൾ ആനയുടെ പ്രോംപ്റ്റ് നമ്മളിവിടെ കൊണ്ടുവരികയാണ്. അതിവിടെ നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് 3:4 മാറ്റി കൊടുത്തു. അവിടെ ഒരെണ്ണേ കിട്ടുള്ളൂ, ഇവിടെ 4 വരും. നിങ്ങൾക്ക് 2 വേണോ 2 ആക്കാം, 3 വേണോ 3 ആക്കാം, 1 വേണോ 1 ആക്കാം. ഇത് ടോട്ടലി ഫ്രീ ആണ്. ഓക്കെ, ടോട്ടലി ഫ്രീ ആണ്. സി നോക്കൂ, ഡിഫറെൻ്റ് ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യരുത്. ഇവിടെ ഡൗൺലോഡ് ചെയ്തത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പം എവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഒരെണ്ണം ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവിടെ മുകളിൽ കണ്ടാൽ അറിയാം ആരുണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, ഡൗൺലോഡ് വന്നു. അവിടെ അല്ല അത് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ. ഇനി ഇപ്പം ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കത് അവിടെ സെലക്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ആ പ്രോംപ്റ്റ് ഡീറയറക്റ്റ് ചെയ്യണം, റീയൂസ് ചെയ്യണം. എനിക്ക് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും ആ ചാറ്റ് ബോക്സിലേക്ക് വരും. നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി വീണ്ടും ചെയ്യാം. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടെ കണ്ടോ. ഇത് നമുക്ക് ആനിമേറ്റ് ചെയ്യണോ, ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതാ കണ്ടോ, ഇതാണ് ഒറിജിനൽ സൈസ്. നമുക്കത് 2K ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഫ്രീ വെർഷനകത്ത് അതുവരെ മാത്രമേ വരുള്ളൂ. ഓക്കെ, 2K വരെ മാത്രമേ വരുള്ളൂ. 4K വരെ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ,
എനിക്കിത് അപ്ഗ്രേഡ് ആണ്, എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എപ്പോഴും നമ്മൾ ഓരോ ഫോട്ടോയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെന്താണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവും. നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാവും. നമ്മൾ നേരെ പിക്ചർ എന്താണ് ക്ലിക്ക് ചെയ്ത് നോക്കി ഇതാണ് ഗുഡാണെന്ന് നോക്കിയതിന് ശേഷം തിരിച്ചെന്താണ് അതിൻ്റെ ഈ പറഞ്ഞ 4 ഇന്റർഫേസിലേക്ക് പോയി അതിൻ്റെ ഭാഗത്തുള്ള 3 ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് എടുക്കുമ്പോൾ കൃത്യമായി ക്വാളിറ്റി ഉള്ള പിക്ചർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഗൂഗിൾ ജെമിനി, ഗൂഗിൾ ഫ്ലോ, ഈ 2 കാര്യങ്ങൾ. ഓക്കെ, ഇമേജ് ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് നമ്മൾ എന്താണ് എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ക്ലിയർ? ഒരു മിനിറ്റ്. ക്രിയേറ്റ് വീഡിയോ, ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഞാൻ ഇമേജ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നോട് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ കുറേ മണിക്കൂറുകൾ, ദിവസങ്ങൾ ചിലവഴിച്ചതാണ്. അപ്പോൾ പറഞ്ഞു തരുന്നില്ല, യാതൊരു മടിയില്ല. യു ക്യാൻ ആസ്ക് എനി ടൈം. ഒരു വീഡിയോ പ്രോംപ്റ്റാണ്. ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എ സഡൻ ഡേഞ്ചർ, ക്രാഷ് സൂം, വളരെ പെട്ടെന്നുള്ളൊരു സൂം ചെയ്യുന്നൊരു പ്രോംപ്റ്റ് ആണ്. ആക്ഷൻ സീൻസ് ഇൻ ജംഗിൾ, എ ടൈഗർ സഡൻലി അപ്പിയർ ഫ്രം ദ bushes, camera motion, extremely fast crash zoom right into the tiger, fresh eyes, shakily handed feel, gritty and intense. ഇതാണ് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്രോംപ്റ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. കണ്ടുവന്ന് വരുന്നു. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന്റെ എഫക്റ്റ് ആണത്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി അതനുസരിച്ച് ഔട്ട്പുട്ട് പുറത്തേക്ക് വരും. ഓക്കെ, ഇതാണ് അത്. ഓക്കെ, നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോകാം. ഒരു മിനിറ്റ്. നമുക്കൊരു ഒരു പ്രോംപ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സ്വപ്ന തുല്യമായ ഒരു വാക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇന്റർഫേസിലേക്ക് പോകുന്നു. ഇതിനകത്തും ചെയ്യാം, നമുക്ക് ഇതിലും ചെയ്യാം, നമ്മുടെ ഗൂഗിൾ ഇതിലും ചെയ്യാം. ഗൂഗിൾ ജെമിനിക്കകത്ത് നമ്മൾ ഫ്രീ വെർഷൻ ആണെങ്കിൽ എന്തില്ല, വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും, 1-2 ഡെയിലി ചെയ്യാൻ കഴിയും. ഈ ഗൂഗിൾ ഫ്ലോയ്ക്കകത്ത് നമുക്ക് 10 സെക്കൻഡിൻ്റെ 5 വീഡിയോ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വന്നു, കണ്ടല്ലോ, ഇവിടെയാണ് നമ്മളിപ്പോൾ ഇമേജിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് അതെന്താണ് ഇമേജിൽ നിന്ന് വീഡിയോയിലേക്ക് മാറ്റണം. ആ വീഡിയോയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റിയിട്ട് അതിൻ്റെ ഒമാനി ലൈറ്റിലേക്ക് മാറുന്നു. എൻ്റെ ഇത് ഫ്രീ ആയിട്ടുണ്ട്, ഇതിനകത്ത് ക്രെഡിറ്റും കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ മറ്റൊരു അതിനകത്തേക്ക് കയറട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചാൽ മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയൂ. വേറെ ഫ്ലോയിലേക്ക് നമ്മൾ വന്നു, വേറൊരു ഇൻ്റർഫേസിലേക്ക് നമ്മളെത്തി. സെയിം
വീഡിയോ നമ്മളെന്താണ് 16 ഒരെണ്ണമാണ് ഓമനി ഫ്ലാഷ് 10 സെക്കൻഡ്. നമുക്കതെന്താണ് ലൈറ്റാക്കി മാറ്റാം. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് 10 കഴിവേണ്ട ജനറേറ്റ് വിൽ യൂസ് ദ 10 ക്രെഡിറ്റ്. 50 ക്രെഡിറ്റ് എല്ലാ ദിവസവും ഉണ്ടാവും. ആ വീഡിയോ നമ്മളത് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ പ്രോംപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് കൊടുക്കുന്നു. ഒരൊറ്റ വീഡിയോ ആണ് കൊടുക്കുന്നത്, 10 ക്രെഡിറ്റ് പോകും. വീഡിയോ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹാർഡ്ലി ഒരു വിത്തിൻ 30-40 സെക്കൻഡിനുള്ളിൽ എന്താണ് അത് ജനറേറ്റ് ചെയ്ത് വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്താണ് ആ പ്രോംപ്റ്റ് തടയും. സംതിങ് റോങ് ആണ്, അത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് അതൊരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, അതുകൊണ്ട് അവരതോടെ തടഞ്ഞു. നമുക്ക് ഇതേ പ്രോംപ്റ്റ് നമ്മുടെ എന്താണ് ജെമിനിക്കകത്ത് എന്താണ് വീഡിയോയിലേക്ക് വരികയാണ്. ഇവിടെ ജെമിനിയിൽ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് വീഡിയോ, ന്യൂ ചാറ്റിലേക്ക് പോകണം. അതേ പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു വീഡിയോ കൊടുത്തു. ഇതിൽ ഏകദേശം 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നമുക്ക് എന്താണ് ഇതിൻ്റെ സമയം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വീഡിയോ. പ്രോംപ്റ്റ് കൃത്യമായി ആ വീഡിയോയിലേക്ക് വന്നു പ്രോംപ്റ്റ് കൊടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ എന്താണ് 1 മിനിറ്റ് 2 മിനിറ്റ് വരെ എന്താണ് എടുക്കും. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് കുഡ് ബി ചെക്ക് ഫ്യൂ മിനിറ്റ്സ് എന്നൊക്കെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇതാണ് വീഡിയോ ക്രിയേഷൻ്റെ ഒരു മെത്തേഡ്. ഓക്കെ, ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ സമയത്ത് നിങ്ങൾക്ക് സംശയം ചോദിച്ചോളൂ, നോക്കാം നമുക്ക്. സാർ അതായിരിക്കും ബെറ്റർ. കുഴപ്പമില്ല സാറ് സലാം സാർ ഉണ്ട് അവിടെ. നമ്മളെന്താ അറിയോ, ഈ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാലേ ടീച്ചേഴ്സിന് അത് നല്ലതല്ലേ? ശരി, ഇപ്പൊ നമ്മളൊക്കെ എനിക്കൊക്കെ ഇത് പുതുമയാണ്. ചെയ്യുന്നവരുണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും, പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളത് നമ്മുടെ ടീച്ചേഴ്സ് ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോസിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. അതൊരു നോട്ട്ബുക്ക് LML, അത് ഇവിടെ നേരത്തെയൊക്കെ എനിക്കൊന്ന് ബിടാഗിന്റെ അതിനകത്ത് നോട്ട്ബുക്ക് LML ഒക്കെ എടുത്തിട്ടുണ്ടാണ്. പക്ഷെ ഇപ്പൊ നോട്ട്ബുക്ക് LML സാറ് ഒരു കാര്യം ചെയ്യേണ്ടത് കഴിയുന്നത് ഈ ഫ്രീ വേർഷൻസ് ഇപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ പറയാം. നമ്മള് നമ്മുടെ വീഡിയോയുടെ വന്നിട്ടുണ്ട്. കണ്ടിന്യൂ സാർ. നമ്മുടെ വീഡിയോയുടെ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എന്താ ഒരു സ്വപ്നാത്മകമായ ഒരു ഇതാണ് കണ്ടോ, ഫീലിങ്സ്. അങ്ങനെ 10 സെക്കൻഡ് വീഡിയോ ഇവിടെ വന്നു. ഞാൻ ഒന്നുകൂടെ അത് പ്ലേ ചെയ്യാം. അതൊരു റിയലിസത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇമാജിനറി തോട്ടിൽ നിന്ന് ഉണ്ടായൊരു സാധനം. തലയിൽ കുറെ പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഏയുടെ കാലഘട്ടത്ത് നമ്മളിന്ന് യൂസ് ചെയ്യാൻ നിങ്ങൾ തലയിൽ പൂവച്ച് നടക്കേണ്ടി വരും. അല്ല, പക്ഷെ ചിത്രകലയുടെ ഒരു ഇതാണല്ലോ സാർ, ഭംഗിയല്ലേ, മോഡേൺ ആർട്ടിന്റെ. അതെ, ഇപ്പൊ ആ വീഡിയോ ഇവിടെ വന്നു. ഓക്കെ, ഇതാണ് വീഡിയോ ക്രിയേഷനിൽ നമ്മൾ രണ്ട് എണ്ണമാണ് നമുക്കുള്ളത്. ശ്രദ്ധിക്കുക, ഒരുപാട് ടൂളുകളുണ്ട്. ഗ്രോ ഉണ്ട്, എന്താണ് നമ്മുടെ യുണീക്ക് AI ഉണ്ട്, കുറേ ചൈനീസ് എന്താണ് AI ടൂൾസുകളുണ്ട്. ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് രണ്ടുമാണ് പ്രധാനമായും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ജെമിനിക്കകത്ത് നമുക്ക് എന്താണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജ് അൺലിമിറ്റഡ് ആണ് ക്രിയേറ്റ് ചെയ്യുക. ഫ്ലോയിൽ മാത്രമാണ് അൺലിമിറ്റഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 സെക്കൻഡിൻ്റെ 5 വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10 സെക്കൻഡ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് 5 വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ കൃത്യമായിട്ട് എന്താണ് നമുക്ക് ചെയ്യാം. ആ ഫ്ലോയിനകത്ത് ഇമേജ് നമുക്ക് അൺലിമിറ്റഡ് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ 4 ഉണ്ടാക്കിയല്ലോ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിൽ തന്നെ നമുക്ക് എന്താണ് ആസ്പിറേഷ്യോ ഒക്കെ അതിലുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് എന്താണ് നോക്കണം. ഞാൻ ഒന്നും കൂടെ ഫ്ലോയിലേക്ക് പോകുന്നു.
നമ്മുടെ ഇമേജ് എടുത്ത സ്ഥലത്താണ്. ഇതിൻ്റെ ക്രെഡിറ്റ് പോയതുകൊണ്ട്, ഫ്രീ വെർഷൻ ക്രെഡിറ്റ് പോയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ കൂടെ ഞാൻ വരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇമേജിലേക്ക് നമ്മൾ പോകുന്നു. ഇമേജ് കണ്ടു, ഇവിടെ എന്താണ് റേഷ്യോയിലുണ്ട്. 1 ഫോട്ടോ ആണോ, 2 ഫോട്ടോ ആണോ, 3 ഫോട്ടോ ആണോ, 4 ഫോട്ടോ ആണോ, നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ നോക്കണം, നിങ്ങൾക്ക് ഇവിടെ നാനോ പോറോ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ നാനോ ബനാന 2 ആണ് ഏറ്റവും മികച്ചത്. അതെടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ഇത് വരും. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഇൻ്റർഫേസ്. ബാക്കി നിങ്ങളുടെ പ്രോംപ്റ്റിംഗ് അനുസരിച്ചാണ്, എന്താണോ വേണ്ടത് അവിടെ കൊടുക്കുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, മലയാളം പരമാവധി റൈറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഇമേജ് സീനറി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പാഠത്തിനനുസരിച്ച് കിട്ടും. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കുന്നു. ഓക്കെ, അതാണ്. അപ്പം ഇതാണ് ക്വാളിറ്റി ചിത്രങ്ങളിലൂടെ കിട്ടും. ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ 3 സെഗ്മെൻ്റ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കാം, ഇതുപോലെ തന്നെ ക്വാളിറ്റി ഒന്നുണ്ട്. ഇതിനകത്ത് ഒമനി ഫ്ലാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഇതാണ് വരിക. ക്വാളിറ്റി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 10 സെക്കൻഡിന് 15 ക്രെഡിറ്റ് വേണം. അപ്പം നമുക്ക് രണ്ടെണ്ണം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, 10 സെക്കൻഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ 2 എണ്ണം 10 സെക്കൻഡ് ചെയ്യണം. അപ്പോൾ 10 സെക്കൻഡ് എന്താണ് ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ വിയോ ലൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് ഒരു വീഡിയോയ്ക്ക് എത്ര വരുള്ളൂ, 10 ക്രെഡിറ്റേ വരുള്ളൂ. അങ്ങനെ 5 എണ്ണം നമുക്ക് ചെയ്യാം. 10 സെക്കൻഡിൻ്റെ 5 എണ്ണം നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അത് നിങ്ങൾ എന്താണ്, രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഫ്രെയിം ഏതാണെന്നൊക്കെ സെലക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് എന്താണ് യൂട്യൂബിലിടാൻ, ഇൻസ്റ്റാഗ്രാമിലാണോ, അല്ലെ അതുപോലെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ അറിയിക്കാൻ, അങ്ങനെ ഫോണിൽ അയക്കാൻ, അങ്ങനെ കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുക. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ എടുക്കാവൂ, 2 വീഡിയോ ഒന്നും എടുക്കരുത്. അപ്പോൾ കാരണം നമ്മുടെ ക്രെഡിറ്റ് നഷ്ടപ്പെടും. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് 24 hours 50 ക്രെഡിറ്റ് കിട്ടുന്ന ഏക എന്താണ് പ്ലാറ്റ്ഫോമാണ് ഫ്ലോ. വേറെ ഒന്നിനുമില്ല. നമ്മളിപ്പോൾ ഒരു ചൈനീസ് ആപ്പുകൾ വേറെ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. ഇതിനകത്ത് എല്ലാ 24 hours നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് വരും. അതിൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്താണ് ഇമേജും ഉണ്ടാക്കാം. ഇമേജിനകത്ത് എന്താണ് ഇപ്പോൾ ഇത് എന്തെടുക്കില്ല, എന്താണ് ക്രെഡിറ്റ് എടുക്കില്ല, വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഗൂഗിൾ ഫ്ലോ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു AI ടൂളാണ് നമുക്ക് പല കാര്യങ്ങളും. ഓക്കെ, ഇത്രയാണ് എനിക്ക് എന്താണ് വീഡിയോ ക്രിയേഷനെ കുറിച്ചും ഇമേജിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി നമുക്കെല്ലാം വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. ഒരു ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, മലയാളം ടീച്ചേഴ്സിന് വേണ്ട ഒരു ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹൗ ടു ക്രിയേറ്റ് എ ഓഡിയോ റെക്കോർഡിംഗ് ഗൂഗിൾ AI. ഇത് നമുക്കൊരു ഫ്രീ വെർഷനാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെർഷനിലേക്ക് പോകുന്നത് ഒരു ഫ്രീ വെർഷനാണ്. ഇതിനെങ്ങനെ ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ടോയ് ബാറിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാം ഗൂഗിൾ AI സ്റ്റുഡിയോ ഉണ്ട്. AI സ്റ്റുഡിയോ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ ഗൂഗിൾ AI സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഇൻ്റർഫേസ് ഒക്കെ വരും. നമ്മളെന്താണ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ എന്താണ് പല ഇതും വരും. നമ്മളിതിൻ്റെ ഡാഷ് ബോർഡിൽ ഇവിടേക്ക് പോവാം. ഇത് പുതിയ വെർഷനിലേക്ക് മാറിയിട്ടുണ്ട് അവർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതിൻ്റെ പ്ലേ ഗ്രൗണ്ട് ഇതുണ്ട്, ഇതിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയാം, അതിലേക്ക് പോവാം. ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ഒന്നുകൂടെ ഞാൻ പറയാം, ബാക്ക് പോയിട്ട് നമ്മൾ ഇങ്ങനെ ഗൂഗിൾ സ്റ്റുഡിയോ തുറന്നു. ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഗൂഗിൾ AI സ്റ്റുഡിയോ തുറന്നു. അതിൻ്റെ ഇങ്ങനെ ഇൻ്റർഫേസ് നമുക്ക് വരും. അതിനകത്ത് പ്ലേ ഗ്രൗണ്ട് ഫസ്റ്റ് ഓപ്ഷൻ എക്സ്പ്ലോർ പ്ലേ ഗ്രൗണ്ട് എന്നിടത്തേക്ക് പോവുക. പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി അവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലായില്ലേ, നമ്മുടെ മോഡൽസുകളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു
ഇത് സെറ്റ് ചെയ്യാനുണ്ട്. സോറി, ഇവിടെ കണ്ടോ, ഏജൻറ്റ് മോഡൽസ്, അങ്ങനെ 2 സാധനമുണ്ട്. ഏജൻറ്റ് മോഡൽസ്. ഏജൻറ്റിലേക്ക് പോകണ്ട ഫ്രീ വെർഷനിൽ. നമ്മളെന്താണ് മോഡൽസിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ, എക്സ്പ്ലോർ അവർ ടെക്സ്റ്റ് ടു സ്പീച്ച് ആൻഡ് മ്യൂസിക് ജനറേഷൻ. കണ്ടോ, ഇവിടെ കണ്ടതാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വീഡിയോ ജനറേഷൻ. അത് നമുക്ക് ഈ ഫ്രീ വെർഷനിൽ പറ്റില്ല, അത് പെയ്ഡ് ചെയ്യണം. ഇമേജ് ജനറേഷനും പറ്റത്തില്ല. എന്താണ് സ്പീച്ച് ആൻഡ് മ്യൂസിക്. കണ്ടോ, അവിടേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൽ എന്താണ്, ഇവിടെ പെയ്ഡ് ഉണ്ടാവും, എന്താണ് ഇപ്പോൾ പ്രിവ്യൂ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഈ സെക്കൻഡ് ഉണ്ട്, ജെമിനി ഫ്ലാഷ് ഇത് എടുക്കുക. ഞാൻ ഒന്നുകൂടെ വരാം, മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, തിരിച്ചു വരാം. ഒന്നുകൂടെ ഞാൻ പറയുകയാണേ. നമ്മളതിലേക്ക് പോകുന്നു. ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലർക്ക് എന്താണ് പറ്റുന്ന പ്ലേ ഗ്രൗണ്ടിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ബിൽഡ് വിത്ത് ഏജൻറ്റ് എന്ന് വരും. നമുക്ക് ഏജൻ്റ് അല്ല വേണ്ടത്, മോഡൽസ് ആണ് വേണ്ടത്. മോഡൽസ് ആകുമ്പോൾ എക്സ്പ്ലോർ ദ ഗൂഗിൾ മോഡൽസ് എന്ന് പറയും. അവിടെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വേണ്ട. നമ്മളെന്താണ് സ്പീച്ച് ആൻഡ് മ്യൂസിക് എന്നതിലേക്ക് പോയി. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, പെയ്ഡ് ചെയ്യണം, ഇതിലേക്ക് എത്തണം. അതിനകത്ത് നമ്മളെന്താണ് സെക്കൻഡ് വൺ, നമ്മളെ ഓഡിയോ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് താഴെയുള്ളത് പെയ്ഡാണ്. സെക്കൻഡ് വണ്ണിലേക്ക് നമ്മൾ എത്തും. ഇനി ഇവിടെ നോക്കൂ, പലതരത്തിലുള്ള വോയിസിൻ്റെ അസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ദ മാസ്റ്റർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുണ്ട്. നമ്മളെന്താണ് ഒരു മാസ്റ്റർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ നമ്മളൊരു പേഷ്യൻ്റ് ടീച്ചേഴ്സ് ഇവിടെ എടുക്കുകയാണ്. നമ്മളെടുത്തു. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾക്കറിയാം. നമ്മുടെ ഈ അവരുടെയൊക്കെ നമ്മുടെ മെത്തേഡ്, അവരുടെയൊക്കെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, 2 പേര് സംസാരിക്കുക എന്നുള്ളത്. നമുക്കൊരു സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് അവരെങ്കിലും എപ്പോഴും അങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസിൽ എപ്പോഴും കാണാം. അപ്പോൾ നമുക്കിവിടെ 2 എന്തുണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മളെന്താണ് ഒന്നിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഒന്നിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോറി എവിടെയാണ്, ഓക്കെ എന്ത് പറ്റും, ഒരു വീഡിയോ ഇവിടെ തയ്യാറിച്ചിട്ടുണ്ട്. ഞാൻ അതെ എടുത്തു. നമ്മളത് തിരിച്ചിവിടേക്ക് വന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളെന്ത് ചെയ്തു, നമ്മളിവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത് വെച്ചപ്പം ഇതൊരു എന്താണ് ഇവിടെ നമ്മൾ ഈ സ്പീക്കർ സെറ്റിങ്സ് റൈറ്റ് സൈഡിൽ കാണും. സ്പീക്കർ സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ കുറേ വോയിസ് ഉണ്ട്. ഇതേകൊണ്ട് താഴെട്ട് ഇതാണ് ആൻഡ് സോഫ്റ്റ്, ഹൈ പിച്ച്, നമുക്കിവിടെ കേൾക്കാൻ പറ്റും. What idea do you want to bring to life? കേൾക്കാൻ പറ്റും അങ്ങനെ ഓരോന്ന്. അപ്പോൾ എന്താണ് അത് ലേഡീസ് ആണോ ജെൻസ് ആണോ എന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാൻ പറ്റും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് പറ്റുന്ന ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരെണ്ണം ജസ്റ്റ് വെറുതെ തിരഞ്ഞെടുത്തു. നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മോഡൽ സെറ്റിങ്സ് ഉണ്ടോ, ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പിച്ച് ഔട്ടും ഇതിൻ്റെ ഒരു ഇമോഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇവിടെയാണ്. ഈ ടെമ്പറേച്ചറിനകത്ത് നമുക്ക് താഴേക്കോ വയ്ക്കാം, മുകളിലേക്ക് വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. ആ ഇമോഷൻസ് അനുസരിച്ച് ജസ്റ്റ് സെറ്റ് ചെയ്യാം. ആദ്യമൊന്നും ശരിയാവണമെന്നില്ല, കുറച്ച് ചെറിയ സെൻറ്റൻസുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് ഒരു പിച്ച് നമ്മൾ കണ്ടെത്തണം. കാരണം നമ്മൾ ആദ്യമുള്ള ആൾക്കാരാണ്, അപ്പോൾ നമ്മൾ പിച്ച് കണ്ടെത്തുന്നു. ഞാനിതൊരു 95 വയ്ക്കുകയാണ്. കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് കൊടുത്തു, വെച്ചു. ഇവിടെ റൺ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മേഴ്സിഡീസ് കാറ് തള്ളിയിട്ടു.
അവർക്ക് തന്റെ വലത്തെ കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാമില്ല. വേദന അവരെ അത്ര കണ്ടു മരവിപ്പിച്ചിരുന്നു. കാർ ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കുഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും ഇപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവാഴ്ചയുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്ന്. സാർ അവിടെ ഒരിറ്റ സംശയം സാർ, ഈ 2 വോയിസ് ഇട്ടാൽ അത് ആണും പെണ്ണാക്കി നമുക്ക് മാറ്റാൻ പറ്റില്ലേ? വേണമെങ്കിൽ പറ്റും. ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് സാർ. മരവിച്ച എന്ന വാക്ക് കറക്റ്റിന് പറയുന്നില്ല. അത് ചിലതങ്ങനെ വരുള്ളൂ സാറേ. അപ്പൊ എന്റെ വീഡിയോസ് സാർ നോക്കിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ വരുള്ളൂ. നമുക്ക് പക്ഷെ ഇത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ടുണ്ട്, ഇത് നല്ല രസമായി സാർ. ഇത് കുറച്ചും കൂടി ഇതിന്റെ 1ലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാല് നമുക്ക് ഇത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം വേറെ എന്താണ് പക്ഷെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം, ഒരു ക്ലാസ്സിൽ കാര്യം, ഒരു കഥ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ നോട്ട് പറയണം എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുട്ടികളെ കേൾപ്പിക്കാം. കാരണം ഇന്ന് കുട്ടികൾ കുറെ ആൾക്കാരൊക്കെ എന്താണ് കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കും. കാരണം കേൾക്കുന്നവർ കേൾക്കട്ടെ, കേട്ടിട്ട് എന്താണ് പഠിക്കുന്നവർ പഠിക്കട്ടെ. അപ്പോ നമ്മളെപ്പോഴും കുട്ടികളോട് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ സ്വന്തം എന്താണ് വേർഡ്സ് എഴുതണമെന്നുള്ള അവരുടെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് എഴുതാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏജന്റ് എടുക്കരുത്. എന്താണ് ഇവിടെ നമ്മൾക്ക് സ്പീക്കർ സെറ്റിംഗ്സ് ഉണ്ട്, ഒത്തിരി സ്പീക്കേഴ്സ് ഉണ്ട്, എന്താണ് മെയിലും എന്നൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതിലേതാണ് നമ്മൾ കേട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഇത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം എന്താണ്, ഇതാണ് ഇവിടെ എന്താണ് സെറ്റിംഗ്സ്, സെറ്റിംഗ്സ് ടെമ്പറേച്ചർ നമ്മളെന്താണ് കുറച്ചും കൂടെ എന്താണ് ഉയർത്തി വെച്ചു. ഇനി നമുക്ക് ഒന്നും കൂടെ എന്ന് വെച്ചാൽ, ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ കണ്ടോ ഒരു ആരോ കണ്ടു, അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ വോയിസ് നമ്മൾ കാണുന്നുണ്ടിരിക്കും. ഈ വോയിസ് എന്താണ് ഡൗൺലോഡ് ചെയ്യാം. നമ്മളത് സെറ്റിംഗ്സ് മാറ്റി വെച്ചു, എന്താണ് 1.2 വെച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ എന്താണ് അത് റീജനറേറ്റ് ചെയ്യാം. പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സിഡീസ് കാറ് തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തെ കാല് ചതഞ്ഞു എന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു ശീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കുഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചില്ലായിരുന്നു. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പെർഫെക്റ്റ്ലി ഇത് ഡൗൺലോഡ് ചെയ്ത് വരും. ഡൗൺലോഡായി. ഇതാണ് AI സ്റ്റുഡിയോയ്ക്കകത്ത് വളരെ ഈസി ആയിട്ട് മലയാളം നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് തന്നെ നമുക്ക് എന്താണ്, ഇതിനകത്ത് വേർഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഒരുപാട് തവണ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. പക്ഷെ എവറി ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1000-1500 വേർഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളിത് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം, പഠിക്കണം. അപ്പം അതനുസരിച്ച് ചെയ്യാം. ഒന്നും കൂടെ ഞാൻ ഇതിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ പറയാം. ഗൂഗിൾ എന്താണ്, ഇതാണ് ഗൂഗിൾ സ്റ്റുഡിയോ, AI സ്റ്റുഡിയോ. ഇതിലേക്ക് നമ്മൾ എന്താണ് വരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്താണ് ഇതിൽ നമുക്ക് എന്താണ് പേഷ്യൻ ടീച്ചറോ മാസ്റ്റർ സ്റ്റോറി ടെല്ലിങ്ങോ ഏതോടെ നമുക്ക് എടുക്കാം. എടുക്കുന്നു. അത് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് നമ്മൾ 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്.
അപ്പോൾ 2 സ്പീക്കേഴ്സ് നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു സ്പീക്കറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഒഴിവാക്കി നമ്മുടെ ടെസ്റ്റ് ഇവിടെയാണ്, ഈ സ്പീക്കറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, പേസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ്, ഇതാ ഒരു സ്പീക്കറുണ്ട്, അത് ആണാണ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് നടത്തുകയാണെങ്കിൽ ഇത് നോക്കണം. ഇത് എന്താണ്, ഈ ടെമ്പറേച്ചർ സെറ്റിങ്സിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ എന്താണ് ടെമ്പറേച്ചർ നോക്കാം. നോക്കിയിട്ട് നമ്മൾ റൺ കൺട്രോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡായി വരും. ഇതാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറയണുണ്ട് കേട്ടോ, സമയം അതിക്രമിച്ചു. ഒരു കാര്യവും കൂടെ, 2 കാര്യം കൂടെ ചെയ്യാനുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ, അത് മറ്റൊരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാം. ഹൗ ടു ക്രിയേറ്റ് മ്യൂസിക്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ എന്താണ് പ്ലേ ചെയ്യാം. ഇത് പൂർണ്ണമായി നിങ്ങൾ ചിലരൊക്കെ എൻ്റെ എന്താണ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. 3 മിനിറ്റാണുള്ളത്. ഇത് പൂർണ്ണമായി AI ഉപയോഗിച്ചൊരു സ്റ്റോറി ടെല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ടു കാണും. പൂർണ്ണമായും 23 വർഷങ്ങൾ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും അച്ഛൻ എന്നെ കണ്ടിട്ടില്ല. ജന്മം നൽകിയവനെ കാണാതെ എനിക്കെങ്ങനെ സ്വസ്ഥത ലഭിക്കും? മുരിങ്ങാമരങ്ങൾ പൂത്തു നിൽക്കുന്ന നാട്ടിൽ അലയുന്നു ഞാൻ നോവിൻ ഭാണ്ഡവുമേറി. നെഞ്ചിൽ എരിയുന്ന തീരാത്ത നോവിൻ്റെ ഉത്തരം തേടി ഞാൻ അലയുന്നു. ഹിമഗിരി സാനുവിൽ എന്നമ്മ ഹിമഗണമായി അലിഞ്ഞു പോ. പ്രണയത്തിൻ ചതിയാലേ ഒരു ജീവിതം കണ്ണീരായി മാറി. മനസ്സിൽ ബോധിവൃക്ഷത്തിൻ നിലയാ മോക്ഷം ലഭിക്കുന്നതിനായി ഇരുളിൻ വഴികളിലൂടെ ഞാൻ സത്യത്തെ തേടി നടക്കുന്നു. അച്ഛന്റെ നാട് ദൂരെയാണ്. 3 വശവും പുഴയൊഴുകുന്ന ഒരു ദ്വീപ്. അദ്ദേഹം ഒരിക്കൽ വരും, നമ്മെ അവിടേക്ക് കൊണ്ടുപോകും. പുന്നകൾ പൂത്ത നാട്ടിൽ അമ്മതൻ ഓർമ്മയുമായി എൻ ഹൃദയത്തിൻ ചോദ്യങ്ങൾക്കായി ഉത്തരം തേടുന്നു. എന്റെ കഥയുടെ വിശദമായ വിവരണം അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒരു കഥയെ എന്താണ് നമ്മൾ പൂർണ്ണമായും സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഈ പറഞ്ഞ ഗൂഗിൾ ഫ്ലോ ഉപയോഗിച്ചിട്ട് നമ്മുടെ
ജമനിൽ നിന്ന് മ്യൂസിക് എന്നാണ് ചെയ്ത് ഞാൻ വരി എഴുതി കൊടുത്ത് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നമുക്കിത് ഒരു പാഠത്തിൻ്റെ ഒരു വലിയ പാഠത്തിൻ്റെ എന്താണോ മൂലഭാഗം എന്ന് പറയുന്ന ഒരു സംഗ്രഹമായ രൂപമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു കുട്ടികൾക്ക് ഒരു പിക്ചറൈസേഷനിലൂടെ അവർക്ക് ഇതാണ് ഇതിലെ സംഭവം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നമുക്ക് പറ്റും. അത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. വളരെ ടൈം എടുത്ത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇതിലേക്ക് നമ്മൾ പ്രധാനമായും നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് എന്ന് പറയുന്നത് ജമനിയിലാണ്. സൗണ്ട് പോയിട്ടുണ്ട്. സൗണ്ട് പോകുന്നു സാർ. ജമനി സുനോയിലാണെന്നാണ് സംശയം. ആണോ? കേൾക്കുന്നില്ല? അല്ല, ഇടയ്ക്ക് ബ്ലർഡ് ആയി പോകുന്നു സാർ. അതിങ്ങനെ എക്കോ പോലെ. നമ്മുടെ സലാല ഇപ്പം ഖരീഫ് അണിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഒത്തിരി ആൾക്കാരാണ്. അപ്പോൾ നെറ്റ് യൂസ് കൂടിയുണ്ട്. ഇവിടെ നെറ്റ്വർക്ക് ചിലപ്പോൾ ഡൗൺ ആകാൻ പോകുന്നു. അപ്പോ അപ്പൊ സുനോ എന്ന് പറയുന്ന ആപ്പിലാണെന്ന് തോന്നുന്നത് അത് ചെയ്തിരിക്കുന്നത്. കാരണം അതിനാണ് ഡ്യുവൽ വോയിസ് ഒക്കെ വരുന്നത്. അത് ചൈനീസ് ആപ്പാണ്. നമുക്ക് ജമനിയിൽ നമ്മുടെ സിംഗിൾ വോയിസസിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം ഞാനിപ്പോൾ കേൾപ്പിച്ച അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളത്തിൽ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അപ്പം ഞാൻ അങ്കണത്തൈമാവിൽ എന്ന് പറയുന്ന കവിതയുടെ ഒരു 4 വരി ഞാൻ എങ്ങനെ മ്യൂസിക് ചെയ്യാമെന്ന് കൊടുത്തു നോക്കുകയാണ്. നോക്കാം. ഓക്കെ? കാരണം കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് മലയാളം ഒരു വികാരമാണ്. ഇത് നമ്മുടെ സാൽവദോർ ദാലിയാണ് സാർ. അത് നമ്മുടെ വികാരമാണ്. അപ്പൊ അതുകൊണ്ട് ചിലർക്കെല്ലാം ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊന്നുമില്ല സാർ, എല്ലാം വേണം നമുക്ക്. കാലത്തിനനുസരിച്ച് പരമാവധി ശ്രമിക്കുക. കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കും മുന്നോട്ട് പോകണം സാർ. ഇതാണ് ഇന്റർഫേസ്, ജെമിനി ഇന്റർഫേസ്. നമുക്കറിയാം ഒരു മ്യൂസിക് ഇവിടെ താഴെ ക്രിയേറ്റീവ് മ്യൂസിക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. ഫോക്ക് വേണോ, ഇങ്ങനെ പല ബിറ്റ് ഉണ്ട്. കവാലി വേണോ, സിനിമാറ്റിക് വേണോ, ഇമോഷൻസ്, ഇങ്ങനെ കുറേ അവരുടെ മ്യൂസിക്കൽ ഇതാണ്. ഓക്കെ? അപ്പോൾ നമുക്ക് ഒരു മ്യൂസിക് നമ്മൾ ഒരു ഫോക്കിനകത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഫോക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 4 വരി എന്ത് ചെയ്തു കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ വരികളൊക്കെ കൃത്യമാണോ എന്ന് നോക്കണം. ചില സമയത്ത് നമ്മളിത് ആദ്യം കൊടുക്കുമ്പോൾ പല തെറ്റുകളായിട്ട് വരും. പിന്നെ നമ്മളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ശബ്ദം പോകുന്നു ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ നമുക്കിത് ചെയ്യാൻ നമ്മൾ കൊടുത്തു. ഇംഗ്ലീഷ് കവിതകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിയും. സയൻസിൽ ചില മാത്സ് സയൻസ് പോലുള്ള വീഡിയോസുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ റിഫ്ലക്ഷൻ, റിയാക്ഷൻ തുടങ്ങിയ ഫിസിക്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. കാരണം മലയാളം പോലെയല്ല, ഇംഗ്ലീഷ് സയൻസും സോഷ്യൽ സയൻസൊക്കെ വളരെ മനോഹരമായി കിട്ടും. കാരണം അതൊരു ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഞാനൊക്കെ ഇത് ഗൂഗിളിനെയൊക്കെ മലയാളം പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുക. വെരി ഗുഡ്, നല്ലതാണ് സാർ. എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യട്ടെ. അവിടെ മ്യൂസിക് ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. താഴെ കാണാം, കണ്ടോ? ഇപ്പം എന്താണ് വന്നിരിക്കുന്നത് അറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും വരും. തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു
കണ്ടോ? പരിമാറും. ഓക്കെ, ഇതേ വരി നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്. ഇതേ വരി നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. make a track in മോഹനം. രാഗം ഇൻ മെയിൽ വോയിസ്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം, നോക്കാം. മെയിൽ വോയിസ് എക്സ്പെരിമെന്റ് ചെയ്യൂ. ഇറ്റ് വിൽ കം നൈസ്ലി. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വന്നിട്ടുണ്ട് സാർ. നോക്കാം. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീരരി. നാലു മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ, ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരവേ ഉണ്ണികൾ വിരവേ വിരവേ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം. ഞാൻ നിർത്തിയതാണ്. അങ്ങനെയാണ് അതിന്റെ ആ ചില വേർഡ്സ് അത് നമുക്ക് വേർഡ്സ് അല്ല നമുക്കത് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ തവണ നമ്മൾ ഇതിന്റെ ഒക്കെ നോക്കിയിട്ട് ആ ലിറിക്സിനകത്ത് ചെറിയ മാറ്റങ്ങൾ. എനിക്കറിയാം സാറ്, ഞാൻ ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. അപ്പൊ പാട്ടുകൾ ഞാൻ നേരത്തെ ചെയ്തതിലും 1-2 വാക്കുകളൊക്കെ അവിടെ പ്രശ്നം വരും ആ കവിതയിലൊക്കെ. അത് വരും. കുറച്ച് നമുക്ക് എന്താണ് പല, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വേറെ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന് പറയുന്നത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എന്താണ് എന്റെ 10 മണിക്കൂറത്തെ എന്റെ ശ്രമഫലമാണ്. 10 മണിക്കൂർ. കാരണം അതൊന്നും ഒരിക്കലും കവിതയാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. പലരൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോ നമുക്ക് ആ കവിത
ഇതുപോലത്തെ ഒരു സാധനത്തോടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെനിക്ക് സമയമില്ല. കാരണം നമുക്ക് ഇങ്ങനെ ക്യാരക്ടർ എന്താണ് ഫോം ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ് അല്ല, അത് സാറില്ല സാർ, നമുക്കൊരു ബേസിക് കുറെ കിട്ടി സാർ. ഇനി ഇതിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻസ് നമുക്ക് ഇനിയും ചെയ്യാം സാർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പാഠം പി രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയാണ്. ആദ്യമായി നമുക്ക് ആ കവിത കേട്ടു നോക്കാം. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം. കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറിൻ ചൂര്. പോത്തുപൂട്ടും കുറുമ കാക്കകൾ കൊക്കുകൾ കവിയുണർന്നു. അപ്പോൾ ഇതാണ്, ഇങ്ങനെ നമുക്ക് എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്യാം. നന്നായി, നമ്മുടെ ശ്രമമാണ്. ഞാൻ നമ്മുടെ ബത്തേരിക്കടുത്ത് മലങ്കര എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിലെ പൊള്ളത്തരങ്ങളാണ് പറയുന്നത്. പ്രകൃതി സ്നേഹം ഡിജിറ്റൽ കാലഘട്ടത്തിലെ പൊള്ളത്തരം. പക്ഷേ മലയാളികളായ നമ്മളെപ്പോഴും പാരമ്പര്യത്തിൽ ഊന്നി എന്താണ് ഇതെല്ലാം ശരിയല്ല അല്ലെങ്കിൽ ഇതെല്ലാം മോശമാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വളരെ മനോഹരമായി എന്താണ് AI-യിലൂടെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചത്. നമ്മുടെ പലരോടും ഞാൻ എൻ്റെ എന്താണ് സ്കൂളിലുള്ള എൻ്റെ സഹ അധ്യാപകനോട് പറഞ്ഞപ്പോൾ ഒക്കെ എന്താണ് ഉപയോഗിക്കരുത്, അതൊക്കെ തെറ്റാണെന്ന് എന്നോട് പറഞ്ഞ ആളാണ്. ഒന്നും തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ നിങ്ങൾ പഴയ കഥകൾ പറയുന്നത് പുതിയ കാലഘട്ടത്തിലൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുട്ടികളെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കും. തീർച്ചയായിട്ടും സാർ, സാർ അത് വളരെ നന്നായി തന്നെ. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ കയറി എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ട്രൈ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിക്കാം. എൻ്റെ എന്താണ് നമ്പർ ആ ഗ്രൂപ്പിനകത്തുണ്ട്, വാട്സപ്പ് ചെയ്യാം. ഞാൻ എന്താണ് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ കൃത്യമായ മറുപടി നൽകിയിരിക്കും. തീർച്ചയായിട്ടും സാർ. കാരണം എന്താ അറിയാം, നമുക്കൊരു ലിമിറ്റഡ് ടൈം ഉണ്ട് സാർ. അത് കഴിയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കും. ഞാൻ എന്തായാലും സാറിന്റെ ഈ ക്ലാസ്സിനെ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ സാർ, കാരണം ഒരു നല്ല തുടക്കമാണ്. ഞാൻ സലാം സാറിനെ ഒന്ന് ക്ഷണിക്കുകയാണ്. എന്തായാലും താങ്ക്സ് ഒക്കെ സലാം സാറ് പറയും, ബാക്കി നമുക്ക് പറയാം സാർ. വേറെ പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, എന്നാലും വളരെ ഇതായിരുന്നു സാർ. സാറിന്റെ ഒരു കമന്റ് വേണം സാർ. നമുക്ക് വളരെ മിടുക്കനായ ഒരു അധ്യാപകനെ കിട്ടിയിരിക്കുന്നു വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം ഇത്രയും എഫേർട്ട് എടുത്തിട്ട്, കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ ഉപേക്ഷിക്കാറുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ മാനുവലായിട്ട് ചെയ്യും. പക്ഷെ ഇത് ശരിക്കും വേണ്ടത് നമ്മുടെ ഒരു ക്ഷമയും ടൈമുമാണ് നമുക്ക് വേണ്ടത്. അപ്പം സിനു സാറ്, SK സാറ് വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം സിനു സാറ് പ്രസന്റ് ചെയ്ത ഈ ടിപ്സ് അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് വളരെ ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പേർക്കും വളരെ നന്ദി. അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം സിനു സർ വളരെയധികം നന്ദി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, പ്രസന്റ് ചെയ്തു. ഇതിൽ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. കുറച്ച് പേരൊക്കെ കുക്കിങ്ങും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേരൊക്കെ പോയി. പക്ഷെ അത്യാവശ്യമുള്ളവരൊക്കെ കൂടെ ഇരുന്നു. അതാണ്. അതെ. അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി. സിനു സാറിനും
മുരളി സാറിനും മോഹൻദാസ് സാറിനും എല്ലാ പേർക്കും 1.5 മണിക്കൂറോളം ഒന്നേ മുക്കാൽ നമ്മളിരുന്നു സാർ, ഇരുന്നു. ഒറ്റ സെക്കൻഡ് സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ് പ്ലീസ്. നമ്മൾ ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുമ്പോൾ പേഷ്യൻ ടീച്ചർ എന്നതാണ് സിനു സാർ സെലക്ട് ചെയ്തത്. അത് സാറിന്റെ മനസ്സും കൂടിയാണത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. നമുക്കൊന്നും ഇല്ല സാർ, അത് പ്രായത്തിന്റെ ആവാം. പക്ഷേ പുതിയ ടീച്ചേഴ്സിന് അസ്സലായിട്ട് ഇത് പറ്റും സാർ. അവർക്ക് കുട്ടികളെ പോലെ തന്നെ അവരുടേതായിട്ടുള്ള മനസ്സുപയോഗിച്ചിട്ട് അത് പറ്റും സാർ. ശരിക്കും എന്തായാലും സാർ അതിന് നല്ലൊരു തുടക്കമാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കത് വളരെ വളരെ സന്തോഷം. സലാം സാർ. യെസ് സാർ, സാറ് പറഞ്ഞ പോലെ തന്നെ ക്ഷമ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. എങ്ങനെ ഇപ്പം നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോഴേക്കും അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, അതുപോലെ നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുകയാണ്. അതെങ്ങനെ വളരെ വ്യക്തമായി കൊടുക്കുമ്പോൾ അത്രയും വ്യക്തമായി നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടും. അതാണ് സിനു സാർ നമുക്ക് പ്രസന്റ് ചെയ്തത്. വളരെ നന്ദിയുണ്ട് സാർ. നമുക്ക് ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് അതിൻ്റെ ലിങ്ക് നമുക്ക് ഗ്രൂപ്പിൽ എപ്പോഴും ഇടുന്ന പോലെ നാളെ ഇടുന്നതായിരിക്കും. ഇന്ന് കയറാൻ പറ്റാത്തവർക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റും. വളരെ നന്ദി. എല്ലാവരോടും കൂടെ കണ്ടതിന് പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നതിലും എന്നെ വിളിച്ച് ഇന്നൊരു പരിപാടി ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ് ചെയ്യാൻ എന്നെ അനുവദിച്ചതിനൊക്കെ സന്തോഷം. ഏത് സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ തീർച്ചയായും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി സമയമെടുത്ത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് പറഞ്ഞു തരുന്നതിൽ യാതൊരുവിധ മടിയുമില്ല, വിഷമവുമില്ല. അപ്പോൾ ചോദിക്കുക, പറയുക. ഞാൻ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. കാരണം ഞാൻ മോഹൻദാസിന് അറിയാം, സാറിന് അറിയാം എൻ്റെ ചരിത്രം. ഞാനിങ്ങനെ ആദ്യമായി ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊരു ഗ്രൂപ്പിനകത്ത് ഇട്ടു. ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, അവർ പുറത്താക്കി. മോഹൻദാസ് സാറിന് അറിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു അതിനകത്ത് ഇപ്പം യൂട്യൂബിലൂടെ കാശുണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ എന്ത് ചെയ്തു, അത് ചെയ്തു. അതും വേണം സാർ, ആ ലക്ഷ്യം കൂടി വേണം. അല്ല സാറേ, അങ്ങനെയൊന്നും ഇല്ല സാറേ. അപ്പൊ ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ പോയാൽ മതി. വളരെ ഇതാണ് സാർ. അപ്പൊ അതുകൊണ്ട് അത് അന്ന് തന്നെ ഞങ്ങൾക്ക് GCC കൺട്രീസിന്റെ കുറച്ച് ടീച്ചേഴ്സിന്റെ ഒരു മോഹൻദാസ് സാറിനെ വിളിച്ചിട്ട് ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ഞങ്ങൾക്കൊരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇനി അവർക്ക് എല്ലാവരും നാട്ടിൽ പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ വെർഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, എല്ലാവരും പഠിക്കട്ടെ. ഇതൊന്നും നമ്മളാരും അറിവൊന്നും വീട്ടിൽ കൂട്ടി വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ ഇങ്ങനെ അത് പറ്റുന്നവർക്ക് കൊടുക്കുക, അത് പഠിക്കുന്നവർ പഠിക്കട്ടെ, നന്നായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. അതന്നെ മോഹൻദാസ് സാറിന്റെ ഒരു ഇത് അല്ല സിനു സാർ, ഈ മോഹൻദാസ് സാറിന്റെ കമ്പനികളൊക്കെ മ്യൂസിക്കുകാരാണ്. എനിക്ക് അതാണ് ഭയങ്കര രസം തോന്നിയത്. സാറും മോഹനത്തിലേക്കാണ് പോകുന്നത്. മോഹൻദാസ് സാറിന്റെ കൂടെ ഉള്ള ഒരു മഹേഷ് സാറുണ്ട്. ഞങ്ങള് അതാ ഞാൻ പറഞ്ഞത്, മഹേഷ് സാറും മ്യൂസിക്കിന്റെ ആളാണ്. ഞങ്ങള് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പോയായിരുന്നു. മെസ്സേജ് അയച്ചു, ഞാൻ ഉണ്ടാവില്ല, ഞാൻ നാട്ടിൽ പോവാണ്, സാറ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് പോയായിരുന്നു. എന്തായാലും നമുക്ക് മോഹൻദാസ് സാർ രണ്ട് വാക്ക് പറഞ്ഞിട്ടേ നമ്മൾ നീട്ടണ്ട. സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണെന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുപോലെ സാറിന്റെ വളരെ മനോഹരമായിരുന്നു. ഇത് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ്, കണ്ട് പഠിക്കേണ്ടതാണ്. കാരണം എന്നാൽ മാത്രമേ അതുകൊണ്ട് കൂടുതൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. ഇപ്പൊ സാറ് പറഞ്ഞു തന്നു, നമുക്ക് മനസ്സിലായി. പക്ഷെ എങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും സലാം സാർ ഇത് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നത് കൊണ്ട് നമുക്കിത് വീണ്ടും കാണാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുകയാണ്. എന്തായാലും സാറിന്റെ ഈ ഉദ്യമം വളരെ സമയമെടുത്ത് ചെയ്ത ഈ ശ്രമം എന്തായാലും വളരെ ഫലവത്താണ്. അത് അധ്യാപകർക്ക് എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യും എന്നുള്ളൊരു യാതൊരു സംശയവും. അധ്യാപകർക്ക് നല്ല കുട്ടികൾക്കും തീർച്ചയായിട്ടും അല്ലേ സാർ? തീർച്ചയായിട്ടും സാർ വളരെ പ്രയോജനം ചെയ്യും. മുരളി സാർ, ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു ജന്മദിനാശംസ പറഞ്ഞില്ലെന്ന് വേണ്ട. എറണാകുളത്തുണ്ട് സാർ. നമ്മള് ഒറ്റ കരളാണ് സാർ. എറണാകുളത്തുണ്ട് സാർ. നോ പ്രോബ്ലം, നമുക്ക് കാണാം സാർ. എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. സലാം സാർ, വൈൻഡപ്പ് ചെയ്തോളൂ. സന്തോഷം. സിനു സാറിന് ഒരിക്കൽ കൂടി താങ്ക്സ്.
ഇനി വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ മുകേഷ് സലാം സാറിനെ വിളിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. ഇത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു കൂട്ടായ്മ, ഒരു ഒത്തുകൂടൽ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇത്രയും അധ്യാപകരെയും റിസോഴ്സ് പേഴ്സണെയും മുരളി സാറിനെയും മോഹൻദാസ് സാറിനെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന അത് വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഇത്രയും അധ്യാപകർ ഒരുമിച്ച് കൂടുക, അറിവ് പങ്കുവെക്കുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ ഈ അറിവ് കുട്ടികളിൽ എത്തിക്കുന്ന ഇതിലായിരുന്നു നമ്മുടെ വിജയം. അപ്പോൾ അത് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ ഭാഗങ്ങളും എല്ലാ പേർക്കും നേർന്നുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശുഭരാത്രി. ഗുഡ് നൈറ്റ് സാർ. സിനു സാർ, മോഹൻദാസ് സാർ, സലാം സാർ, all the persons, all the members. Thank you, sir. Thank you. Good night. Good night. Yeah. Good night, sir. Good night.